അനുഗ്രഹീതമായ ഈ നല്ല രാത്രിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ അഭിമുഖം കാണുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ സാവകാശങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷിച്ച് ഈ ദൈവസഭയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ, കുടുംബം വാത്സല്യ ആൻറ്റി, ഈ ആരാധനയിൽ വ്യാപൃതരായിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാർ, ദൈവമക്കൾ, നിങ്ങളോടൊപ്പം ഒരു ദിവസം കൂടെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുക. പ്രാർത്ഥനയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. ഓരോ ദിവസം പിന്നിടുമ്പോഴും ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ വിടുതലുകൾ ചെറുതല്ല, അത് വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന വിടുതലുകൾ ആർക്കും തടയിടാൻ പറ്റത്തില്ല. ദിനംപ്രതി അത് അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തൻ്റെ മുഖം അന്വേഷിക്കുന്ന ആരെയും ദൈവം നിരാശയോടെ വിട്ടിട്ടില്ല. രാമൻ പറഞ്ഞേ, ശക്തിയോടെ രാമൻ പറഞ്ഞേ. ഞാൻ ഇന്നൽപ്പം ശാന്തമായിട്ട് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വചനത്തിൻ്റെ പൊരുളുകൾ നിങ്ങളുടെ അകത്തേക്ക് പകർന്ന് നമ്മൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വിടുതൽ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ പ്രാർത്ഥിക്കുന്നവൻ്റെ നാവ് അസാധാരണ നാവാണ്, സാധാരണ നാവല്ല. നമ്മുടെ നാട്ടിൽ പലരുടെയും നാവുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ്റെ നാവിനകത്തൊരു അതോറിറ്റി ഉണ്ട്. അത് സാധാരണ നാവല്ല. 9 കോടി 30 ലക്ഷം മൈൽ അകലെ നിൽക്കുന്ന സൂര്യനെ അതിൻ്റെ പ്രഥമതലത്തിൽ ഉറപ്പിച്ച സർവശക്തിയുള്ള ദൈവം ആരാധിക്കുന്നവൻ്റെ വാക്കിൻ്റെ പുറത്ത് അതിൻ്റെ ചരണം നിഷ്ഫലമാക്കിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും അറിയണം, നമ്മുടെ നാവ് സാധാരണ നാവല്ല. ശബ്ദം ഉയർത്തി കർത്താവിന് രാമൻ പറഞ്ഞാട്ടെ. 49 കോടിക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന അവസാനത്തെ നക്ഷത്രത്തിൻ്റെയും ചലനത്തെ തടയിടാൻ കഴിയുന്നത് താഴ്വരയിൽ നിൽക്കുന്ന ഒരു യോശുവായുടെ വാക്കിനാണ്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം, ആമൻ, കളർ കൊണ്ടോ വിദ്യാഭ്യാസ സമ്പന്നത കൊണ്ടോ വിദ്യാഹീനനായതുകൊണ്ടോ ദൈവത്തിൽ നീ അകന്നിരിക്കരുത്. നിൻ്റെ നാവിലാണ് ദൈവത്തിൻ്റെ അധികാരമുള്ളത്. നാവിനകത്തൊരു അധികാരമുണ്ടെങ്കിൽ അത് ആത്മനിയോഗത്തിൽ ആര് പ്രഖ്യാപിക്കുന്നു, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വാക്കായി വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുന്നവർ വായ്കളെ തുറന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം ചെയ്യുക. ആമേൻ. ശക്തമായ പ്രാർത്ഥനയോടായിരിക്കണം. കണ്ടിന്യൂസ് യാത്രയിലും മീറ്റിങ്ങിലും ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് ശാരീരികമായി ഞാൻ ഒത്തിരി ക്ഷീണിതനാണ്. വളരെ വൈകിയാണ് കഴിഞ്ഞ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയത്. വളരെ വേഗത്തിൽ ഇവിടേക്ക് ഇവിടുന്ന് പ്രവേശിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ മക്കൾ തമിഴ്നാട്ടിൽ BVS പഠിപ്പിക്കാൻ വേണ്ടി കടന്നു പോകുന്നതുകൊണ്ട് 1-2 ക്രമീകരണങ്ങൾ രാത്രി തന്നെ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ട് വന്നു. ശേഷം കുറേ വൈകി ഉറങ്ങി. ആമേൻ. 4 മണിയോളം ഞാൻ എഴുന്നേറ്റു. ശക്തമായി പ്രാർത്ഥിക്കാനിടയായി. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തോട് പറഞ്ഞു, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മ കൃത്യമായി ഇടപെടും. ശബ്ദം ഉയർത്തിയോ ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ, നമ്മളിരിക്കുന്ന കേവലം 4 ഭിത്തിക്കകത്താണ്. പക്ഷെ നമ്മൾ ആരാധിക്കുന്നവൻ ഇതിനകത്ത് ഒതുങ്ങാത്ത ദൈവമാണ്. ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ എവിടെ ഉണ്ടോ അവിടെ വിടുതലുകൾ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രാരംഭത്തിൽ ഞാൻ പറയുന്നു, പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം ഉറക്കിയെന്ന് പറഞ്ഞേ, തുച്ഛീകരിക്കരുത്. നല്ലത് മുറുകെ പിടിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് വാരിയാവരം യോനാച്ചായൻ്റെ വീട്ടിൽ കൂടൽ കുഞ്ഞു എന്നറിയപ്പെടുന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ, കേട്ടിട്ടുള്ളവരെന്ന് കൈ ഉയർത്താമോ? കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. യോനാച്ചായൻ്റെ വീട്ടിൽ യോഗം നടക്കുമ്പോൾ ഈ വാത്സല്യ ദൈവദാസൻ അവിടെയുള്ള ഒരു മനുഷ്യനോട് ദൈവാത്മാവിൽ ദൂത് പറഞ്ഞു, നിൻ്റെ കണ്ണ് കാക്ക കൊത്തിപ്പറിക്കുന്ന ദിവസം വരും. ആമേൻ. ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. 24 മണിക്കൂർ ഞാൻ കാറിലാണ് സഞ്ചരിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത യോനാച്ചായൻ്റെ വീടിൻ്റെ സമീപത്താണ് അദ്ദേഹം പാർക്കുന്നത്. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യൻ. അങ്ങനെ ദൈവാലോചന പറഞ്ഞു. ആ കൊച്ചു അച്ചായൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിൽ ചെന്നപ്പോൾ ആ പ്രവചനം നിവൃത്തിയായില്ല. കളിയാക്കി അദ്ദേഹത്തെ പറയാമെന്നും മുഴുവൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവൻ കള്ളപ്രവാചകനാ, അതുകൊണ്ട് ഇവനെ വീട്ടിൽ കയറ്റെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച് പറഞ്ഞ മനുഷ്യൻ അന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എതിരെ വന്ന വാഹനം ഇടിച്ച് തലക്കിടിച്ചിട്ട് കണ്ണ് തെറിച്ച് റോഡിൽ വീണു.
തൊട്ടടുത്ത മരത്തിലിരിക്കുന്ന കാക്ക പറന്നിറങ്ങി ആ കണ്ണ് 2 കാലുകൊണ്ട് കൊത്തി പൊക്കി മരത്തിൻ്റെ മുഖത്ത് പോയിരുന്നത് കൊത്തി. ദൂത് തെറ്റത്തില്ല. ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറ. ദൈവത്തിൻ്റെ പ്രവചനത്തിന് മാറ്റം വരത്തില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ശക്തിയോടെ 2 കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ദൈവത്തിൻ്റെ പ്രവചനത്തിന് തെറ്റുപറ്റുകയില്ലെന്ന് ഉറപ്പുറാപിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പകലിനായി സ്തോത്രം ചെയ്യുന്നു. 92-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത് വാക്യം നമ്മുടെ ചിന്തയ്ക്ക് വായിക്കാം. 92-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത് വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. 92-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത് വാക്യം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ. ഒരാമേൻ പറഞ്ഞേ. ഈ ഉപവാസത്തിൽ ആത്മാവിനോട് പറയുന്നു, ദൈവം ചിലതിൻ്റെ കൊമ്പുയർത്തും. മുറിച്ചു കളയാൻ ശക്തി പ്രാപിച്ചു നിൽക്കുന്ന പൈശാചിക മേഖലയ്ക്കകത്ത് ആരാധിക്കുന്നവൻ്റെ കൊമ്പ് ദൈവം ഉയർത്താൻ പോവുകയാണ്. ആഗ്രഹമുള്ളവർ ദൈവത്തിനൊരു ആമേൻ പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ എങ്ങനെയാ ദൈവം ഉയർത്തുന്നത്? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്? നിന്റെ കൊമ്പ് കാട്ടുപോത്തിന് ശക്തമായ ബലമുള്ള കൊമ്പാണെങ്കിൽ നിന്നെ എതിർക്കാൻ കഴിവുള്ള ഒരാധിപത്യമില്ലെന്ന് പഠിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറ. അവൻ എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തെറിപ്പിക്കും. പക്ഷെ ചില കൊമ്പ് മുറിച്ചു കളയുന്ന കൊമ്പുണ്ട്. 75-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത് വാക്യം ഒന്ന് വായിച്ചേ. 75-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത് വാക്യം. മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ. 75-ാം സങ്കീർത്തനം. നിങ്ങളുടെ കൊമ്പ് മേലോട്ടുയർത്തരുത്. പിന്നെ ശാഠ്യത്തോടെ അഹങ്കാരികളുടെ കൊമ്പ് ദൈവം മുറിച്ചു കളയും. സന്തോഷത്തോടെ ഹല്ലേലൂയ. അഹങ്കരിക്കുന്ന കൊമ്പുകളെ ദൈവം മുറിക്കും. അഹങ്കാര മനോഭാവം ദൈവത്തിന് ഇഷ്ടമില്ല. ഞാനെന്ന കൊമ്പ് തമ്പുരാൻ മുറിച്ചു കളയും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞേ. ഞാനെന്ന ഭാവം ദൈവമക്കളെ ദൈവത്തോട് ശത്രുത്വമാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിലും പറയുക, ഞാനെന്ന പദം ദൈവത്തിൻ്റെ നാമമാണ്. എന്താ നാമമെന്ന് പറഞ്ഞാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാനെന്ന പദത്തിന് അധികാരിയായ ഒരുത്തനുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ കഷ്ടത കണ്ടു ഞാനവിടെ നിലവിളി കേട്ടുവിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ പദം പുതിയ നിയമത്തിൽ ദൈവം ഉറപ്പിക്കുന്നുണ്ട്. എവിടാ? അർദ്ധരാത്രിയിൽ, രാത്രിയുടെ 4-ാം യാമത്തിൽ അലകടലിനകത്ത് വട്ടമിട്ട് കറങ്ങുന്ന പടക് കണ്ടിട്ട് അലകടലിന്മേൽ ചുവട് വെച്ച് നടന്നു വന്ന തമ്പുരാൻ പ്രാർത്ഥിക്കുന്ന ആമേൻ വാക്ക് കേട്ട് ദൈവത്തിന് മുമ്പിൽ ഇറങ്ങിത്തിരിച്ച ശിഷ്യവൃന്ദങ്ങൾ തകർന്നു പോകാതിരിക്കേണ്ടതിന് അവർ വിളിച്ചു പറയുന്ന പദമാണ് ഞാനാകുന്നു. സ്തോത്രം പറ. മിസ്രൈമിൽ മുഴങ്ങിക്കേട്ട അതേ ശബ്ദം തന്നെ അലകടലിൽ അർദ്ധരാത്രി വെളിപ്പെട്ടു വന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നവന് അഭിമാനത്തോടെ പറയാൻ കഴിവുള്ളൊരു പദമുണ്ട്. ഏത് കുറ്റാക്കൂരിട്ടത്തിനകത്തും ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് പറഞ്ഞവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചേ. ഞാനാകുന്നവൻ ഞാനാകുന്നു. എത്ര പേർക്ക് ദൈവത്തിന് ആമേൻ പറയാൻ പറ്റും? അപ്പം ഞാനെന്ന പദം ദൈവത്തിൻ്റെ നാമമാണ്. ശ്രദ്ധിക്കണേ. അതുകൊണ്ടാ ഇസ്രായേലിനെ നോക്കി പറഞ്ഞത്, ആമേൻ സ്തോത്രം ചെയ്യുന്നു, ദൈവം അവർക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലം കൊടുത്തെന്ന. ഒന്ന് വായിച്ചു വിട്ടോ, സംഖ്യാപുസ്തകത്തിലേക്കൊന്ന് വന്നേ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. വേഗത്തിലൊന്ന് വായിച്ചു വിട്ടേ.
സംഖ്യാപുസ്തകം 23 22 വാക്യം ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു കാട്ടുപോത്തിന് തുല്യമായ ബലം. ഒരാമയം പറ. പക്ഷെ നമ്മളിലുള്ള ബലം സാധാരണ ബലമൊന്നും അല്ല. ആണോ? ഉറക്കപ്പറ. അതുകൊണ്ടല്ലേ പ്രശ്നം തലയ്ക്ക് മീതെ കവിഞ്ഞിട്ടും ആത്മഹത്യ ചെയ്യാത്തത്? സ്വോത്രം വരുന്നില്ല. പ്രശ്നം തലയ്ക്ക് മീതെ കവിഞ്ഞിട്ടും റെയിൽവേ ട്രാക്കിൽ തല വെക്കാഞ്ഞത്, പ്രശ്നം തലയ്ക്ക് മീതെ കവിഞ്ഞിട്ടും വീട് വിട്ടിറങ്ങിപ്പോകാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? പ്രാപിച്ചത് കാട്ടുപോത്തിന് ശക്തമായ ബലമുള്ള ആ ദൈവത്തിൻ്റെ ബലമാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയാവോ? കാരണമെന്ന നിനക്ക് നൽകിയത് സാധാരണ ബലമല്ല. സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് കാര്യം പിടികിട്ടി? ആമേൻ. സീഹോനെയും ഓഗിനെയൊക്കെ ജയിച്ചടക്കിയ ദൈവമക്കളായി ഇതിനകത്തിരിക്കുന്നത്. ശക്തിയുള്ള പട്ടണവും ആഭിചാരത്തിൻ്റെ കുത്തൊഴുക്കുമുള്ള ദേശത്തെ പിടിച്ചടക്കിയ ആരാധിക്കുന്നവർ 40 വർഷം 41 ഇടങ്ങളിൽ കൂടാരമടിച്ച് പുറപ്പെട്ടത്. അങ്ങനെയാണ് ഒന്നിലധികം പേരോട് ദൈവശബ്ദം ഞാൻ കൈമാറുക. നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, കാട്ടുപോത്തിന് ബലമുള്ളതുപോലെ ആ ബലം നിന്റെ മേൽ പകരാൻ കഴിവുള്ള ദൈവമാണ്, അനുഭവിക്കാൻ കഴിവുള്ള ദൈവമക്കൾ. ആമേൻ പറഞ്ഞാട്ട്. സാധാരണ ബലമല്ലിത്. കാട്ടുപോത്തിന് തുല്യമായ ബലത്തോടെ ദൈവം തന്റെ ജനത്തെ നടത്തി. സ്തോത്രം പറ. നമ്മുടെ ഇരിപ്പ് കണ്ട ഒരു ബലമില്ലാത്ത പോലെ. ഉപവസിച്ച് അവശരായവരാരും ഇവിടെ ഇല്ല. ഉപവസിച്ച് ശക്തരായവരാ കൂടുതൽ. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ മുമ്പിൽ ആരാധിച്ച് ജയം പ്രാപിച്ചോണം. ഒരാമേൻ പറയാവോ? ഈ ആരാധന എന്ന് പറഞ്ഞാൽ സ്തോത്രം സകല രോഗം അഴിഞ്ഞു മാറുന്നതാണ്. ആരാധന എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൻ്റെ ചങ്ങല പൊട്ടിക്കുന്നതാ. ആരാധന എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ബന്ധനം അടിച്ച് അവരെ പുറത്തു കൊണ്ടുവരുന്നതാ. അത് അനുഭവിക്കാൻ ഒരുക്കമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആദരം അടയ്ക്കരുത്. ആരാധന പ്രാർത്ഥിക്കുന്നവൻ അഭിമാനമാണെന്ന് പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ ദൈവശക്തി നമ്മുടെ മേൽ ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? തലയ്ക്ക് മീതെ കവിഞ്ഞ പ്രശ്നങ്ങൾ മുമ്പിൽ വന്നപ്പോൾ തീർന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ പിടിച്ചു നിന്നത് ധൈര്യമില്ലാത്തടുത്ത് കാട്ടുപോത്തിൻ്റെ ബലം തന്ന ദൈവത്തിൻ്റെ ശക്തിയാ. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറയാവോ? കാട്ടുപോത്തിൻ്റെ ബലത്തിൻ്റെ പ്രത്യേകത എന്നാ? ക്രൂര മൃഗങ്ങൾ സ്വൈരവികാരം ചെയ്യുന്ന കൊടുങ്കാട്ടിനകത്ത് കിടക്കുന്ന കാട്ടുപോത്തിനെ പിടിച്ചടക്കാൻ സാധാരണഗതി ഒരു മൃഗത്തെ കൊണ്ടും പറ്റത്തില്ല. കാരണം അവൻ്റെ കൊമ്പിന് അത്രയ്ക്ക് ബലമാ. വിശ്വസിക്കുന്നവർ ആമേൻ പറയാവോ? അവൻ്റെ ബലത്തോട് തുലനം ചെയ്യാൻ മറ്റൊന്നില്ലാത്തതിനാൽ ആത്മാവിന്ന് പകൽ ചിലരെ നോക്കി അരുളപ്പാട് പറയുക, നിനക്ക് വേണ്ടി ആ ബലം വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ മിണ്ടാതിരിക്കരുത്. വാ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിനക്ക് വേണ്ടി ആ ബലം വെളിപ്പെടാൻ പോകുകയാണ്. കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം ദൈവം നിന്റെ മേൽ കൈമാറാൻ പോകുക. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നീ ശാഠ്യത്തോടെ സംസാരിക്കരുത്. ഒരാമേൻ പറ. ശാഠ്യത്തോടെ സംസാരിക്കരുത്. മിതമായ ഭാഷയിൽ കേൾക്കാൻ വേഗതയും പറയാൻ താമസം ഉണ്ടാകണം. പല ആളുകൾക്കും പറയാൻ വേഗതയും കേൾക്കാൻ താമസം കൂടുതലാണ്. പറയാനാണ് വേഗത കൂടുതൽ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, ശാഠ്യത്തോടെ സംസാരിക്കരുത്. ഒരാമേൻ പറഞ്ഞേ. എനിക്ക് തോന്നുന്നു ആ വാക്യം പറഞ്ഞുകൊണ്ടാണ് ഒരു മൗനത ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്നതിൻ്റെ നാവ് എല്ലാം പറയാനുള്ളതല്ല അല്ലെന്ന്. സ്തോത്രം പറ. ഞാൻ പറയാം, പുസ്തകം പഠിപ്പിക്കുന്ന മരണവും ജീവനും നിന്റെ നാവിൻ തുമ്പിലിരിക്കുന്നു. എന്നാ തെളിവ്? ഒറ്റ തെളിവ് പറഞ്ഞത് വിടാം. ഏലിയ പറഞ്ഞു, മതി യഹോവേ. നിങ്ങൾ പഠിച്ചു നോക്കിയ പിന്നീട് ഒരു ശുശ്രൂഷ ഏലിയാവ് ചെയ്തിട്ടില്ല.
തമ്പുരാൻ പറഞ്ഞു പകരക്കാരെ ആക്കിക്കോളാൻ പറഞ്ഞു. സ്വോത്രം പറ. യേഹുവിനെ ഏലീശയെ അഭിഷേകം ചെയ്തിട്ട് മറ്റൊരു ശുശ്രൂഷ ഏലിയാവ് പിന്നെ ചെയ്തില്ല. അവൻ്റെ നാവിൻ്റെ വാക്ക് ദൈവം ഏറ്റെടുത്തു. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് മടുപ്പില്ലാതെ, മടിയില്ലാതെ, മതിയെന്ന് പറയാതെ ആയുസ് അവസാനിക്കുന്നവർ എനിക്കെൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചരിത്രം മാറ്റുന്ന ഒരു അത്ഭുത വിടുതൽ നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞേ. ഇതൊരു സാധാരണ നിലയല്ല, ദൈവവചനത്തിൻ്റെ ശക്തിയാ. അതുകൊണ്ട് ദൈവം നിന്നെ കൊണ്ടുവന്നത് സാധാരണ ബലത്തോടല്ല, കാട്ടുപോത്തിന്റെ ബലത്തോടെ. ആമേൻ. ഞാൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞു വിടട്ടെ. ദൈവം ഉയർത്തിയ ചില കൊമ്പുകളെ കുറിച്ചൊന്ന് തൊട്ടിട്ട് ആമേൻ. ആ കൊമ്പ് ഉയർത്തപ്പെടാൻ കാരണമെന്താണ്, ഉയർത്തപ്പെട്ട കൊമ്പ് ഏതായിരുന്നു എന്ന് ഇത്രയും ഭാഗം പറയുമ്പോൾ എൻ്റെ മെസ്സേജിന് പര്യവസാനമുണ്ടാകും. അതുകൊണ്ട് ഞാൻ ആ തലത്തിലേക്ക് നോടി കയറാൻ പോകുക. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഒരു കൊമ്പ് ഉയർത്തപ്പെട്ടതായി വിളിച്ചു പറയുന്നൊരു പദം കാണാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത് വാക്യം. ഹന്ന യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ഒരുമിച്ച് രാമൻ പറഞ്ഞേ, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ ഒന്ന് പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? സ്തോത്രം പറ. നിന്നെ പരിഹസിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിന്റെ തലകുനിയെന്ന് കാണാൻ കാത്തിരുന്ന ഒത്തിരി പേരുണ്ട്. നീ അഹങ്കാരിയാണെന്ന് പറഞ്ഞവർ ഒത്തിരി പേരുണ്ട്. നിന്നെ പരിഹസിക്കാൻ കഥമനഞ്ഞുണ്ടാക്കിയ അവനുണ്ട്. അവരുടെ നടുവിൽ നിന്റെ കൊമ്പുയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ. നിന്റെ വീട്ടിൽ വെളിപ്പെട്ട കഷ്ടത കണ്ടിട്ട് ദേശക്കാർ മുഴുവൻ പറഞ്ഞത് നിന്നെ തമ്പുരാൻ തല്ലിയതാണെന്നോ, ദൈവം നിന്നെ കൈവിട്ടതാണെന്നോ, ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന പറഞ്ഞ് നിന്നെ പരിഹാസ വിഷയമാക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു, നിന്റെ കൊമ്പുയരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ. നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ നിന്റെ കൊമ്പുയരാൻ പോകുക. പരിഹസിക്കുന്നവന്റെ മുമ്പിൽ നിന്റെ കൊമ്പുയരാൻ പോകുക. തല്ലിക്കളഞ്ഞവന്റെ മുമ്പിൽ നിന്റെ കൊമ്പുയരാൻ പോകുക. ഏറ്റെടുക്കാൻ പറ്റുന്നവർ ദൈവത്തെ ആരാധിച്ച് ദൈവം നിന്റെ കൊമ്പുയർത്താൻ പോകുകയാണ്. യഹോവയാൽ എൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഞാനത് ഓർപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട് കമ്പിവാചകത്തിൽ പറഞ്ഞു വിടാം. 4 കാരണങ്ങൾ കൊമ്പുയരാൻ. 4 കാരണം. 1, ആണ്ടുതോറും ദൈവാലയത്തിൽ പോകും. ഒരാമയം പറഞ്ഞേ. 1-ാം അധ്യായം പഠിച്ചാൽ മതി. 11-ാമത്തെ വാക്യം മുതൽ 8 മുതൽ ഒന്ന് വായിച്ചു വിട്ടോ, വേണമെങ്കിൽ വേഗത്തിൽ വായിച്ച്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലയോ? അടുത്തത്, അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ, ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞേ, വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു ഏലി പുരോഹിതൻ. 1-ാമത്തെ പദം, അവൾ ആണ്ടുതോറും ദൈവാലയത്തിൽ പോവും. ഒറ്റ വാക്കി പറഞ്ഞാൽ, എഴുന്നേറ്റ് നിൽക്കാൻ ബലമുണ്ടെങ്കിൽ ആരാധന മുടക്കരുത്. സ്തോത്രം പറ. നിനക്ക് പരസഹായം കൂടാതെ നടക്കാൻ പറ്റുന്ന കാലത്തോളം ആരാധനയ്ക്ക് വരണം. നിന്നെ തകർക്കാൻ പിശാച് എത്ര തന്ത്രം മെനഞ്ഞാലും 2 കാല് ചവിട്ടി എഴുന്നേൽക്കാൻ ബലമുണ്ടെങ്കിൽ സഭായോഗം മുടക്കരുത്, ഇടപ്രാർത്ഥന മുടക്കരുത്. ശബ്ദമുയർത്ത് ദൈവത്തിന് ആമേൻ പറഞ്ഞേ. മുടന്തന്യായം പറഞ്ഞ് ആരാധന മുടക്കരുത്. മുടന്തന്യായങ്ങൾ ഉപാധികളല്ല. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറ. ശക്തിയോടെ ആമേൻ പറഞ്ഞേ.
നിങ്ങൾ ആത്മാവിൽ ആരാധന മുടക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള വിടുതൽ മറ്റുള്ളവരോട് വിവരിക്കണം. ആത്മാവിൽ പറയണം. അങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തിയുടെ വിടുതൽ ഉണ്ടായാൽ പ്രതിഫലം നിങ്ങൾക്കാണ്. മുടിലോകത്തേക്കാൾ വിലയുള്ളതിൻ്റെ ആത്മാവിനാണ്, അല്ലേ? ആത്മാവിൽ ഒരുത്തനെ വിടുവിച്ച് കൊണ്ടുവന്നാൽ അവൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. കിട്ടത്തില്ലേ? ഉറക്കപ്പറ. കിട്ടും, ഉറപ്പാണല്ലോ. പ്രതിഫലം കിട്ടുമെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, നീ ആരാധനയ്ക്ക് വന്നേലേ അതിൻ്റെ വിടുതൽ അറിയത്തുള്ളൂ. ആരാധിച്ച് മടങ്ങുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഒന്നാം പ്രത്യേകത, ആണ്ടുതോറും ദൈവാലയത്തിൽ പോകുന്നവൾ. രണ്ടാമത്തെ പദം വായിച്ചു, അവൾ കരയുന്നവളാണ്. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ശ്രദ്ധിച്ച്, ഒന്ന് മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുന്നവൾ. ഒരാമയം പറ. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ ഇരിക്കുന്നവരോട് പറയാം, ഈ പ്രാർത്ഥിക്കുമ്പോൾ കരയുമ്പോൾ ഷെയ്പ്പ് കാണത്തില്ല. ചിറി കോടിയോ മുഖം വല്ലാത്ത അവസ്ഥയിലോ ഇരിക്കുന്നത് കാണാം. ആ അവസ്ഥ കണ്ടാൽ നമുക്കാകപ്പാടെ വിഷമം തോന്നിയേക്കാം. പക്ഷേ അവരുടെ മുഖം സൂര്യനെ പോലെ വിളങ്ങുന്നത് എപ്പോഴെന്നറിയാമോ? പ്രാർത്ഥനയുടെ മറുപടി കൈവരുമ്പോൾ. നിന്റെ കരച്ചിൽ കണ്ട് കളിയാക്കുന്ന ഒത്തിരി പേര് കാണാം. നീ നിലവിളിക്കുന്ന കേട്ട് പരിഹസിക്കുന്ന ഒത്തിരി പേര് നിന്റെ ചുറ്റുവട്ടമുണ്ടാകാം. പക്ഷെ അവരുടെ തലകുനിയുന്നൊരു ദിവസമുണ്ട്. അത് പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസമായിരിക്കും. ഏറ്റെടുക്കാൻ കഴിവുള്ള എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? അതുകൊണ്ട് ആത്മാവിലെ പ്രവചനദൂത് കൈമാറുകയാ. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്, ആരാധിച്ചാൽ മറുപടിയുണ്ട്. ശ്രദ്ധിച്ചേ, മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുന്നവൾ. 2, കരയുന്നവൾ. 3, യഹോവയോട് നേരുന്നവൾ. ഒരാമയം പറഞ്ഞു. 4 കാര്യമുണ്ട്. 1, ആണ്ടുതോറും ദൈവാലയത്തിൽ പോകും. 2, പ്രാർത്ഥിക്കുന്നവളാണ്. 3, കരയുന്നവൾ. 4, സ്വത്രം. അതുകൊണ്ട് തിരുവെടുത്ത് പറഞ്ഞേ, കരയാൻ തലയിൽ വെള്ളവും കണ്ണിൽ കണ്ണുനീരും തരണമേ. കരയാൻ കൃപയുണ്ടോ, നിന്റെ മുമ്പിൽ സ്വർഗം തുറന്നിരിക്കും. നമ്മളൊക്കെ പഠിക്കുന്നില്ലേ, കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം മറികടക്കത്തില്ല. എത്ര പേർക്ക് പിടികിട്ടി? കണ്ണുനീരിൻ്റെ മുൻപിൽ ദൈവം എന്ത് ചെയ്യത്തില്ല? മറികടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണുനീര് കണ്ടിട്ട് എൻ്റെ ദൈവം അപ്പുറത്തേക്ക് കടക്കത്തില്ല. അതുകൊണ്ടല്ലേ ബഹുപുരുഷാരത്തിൻ്റെ നടുവിലും അന്ധൻ്റെ നിലവിളി യേശു കേട്ടത്? മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞേ. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയാലും കരയുന്ന നിന്റെ കരച്ചിലിൻ്റെ മുൻപിൽ എൻ്റെ ദൈവത്തിന് നിൽക്കാതിരിക്കാൻ കഴിയില്ല. അത് ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞേ. ആരൊക്കെ ബഹളം വെച്ചാലും കരയുന്ന നിന്നെ തിരിച്ചറിയാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണേ. ആമേൻ. ഹന്ന പറയുന്നു മറുപടിയായിട്ട്, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. കൊമ്പുയരണം. സ്തോത്രം പറ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, യോസേപ്പോ ഫലപ്രദമായ വൃക്ഷം. നീരുറവിൻ്റെ അരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അടുത്ത പദം കേട്ടോ, അവൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മേൽ പടരുന്നു. ഒരാമയം പറഞ്ഞേ. ഒറ്റ വാക്കിൽ ഇവൻ വളരാതിരിക്കാൻ അവൻ നട്ട നിമിഷം മുതൽ ഒരു മതിൽക്കെട്ട് കെട്ടിവെച്ചു. ഇതിനപ്പുറത്തിവൻ പടർന്നു കയറാതിരിക്കാൻ കെട്ടിവെച്ച ഈ മതിലിൻ്റെ മുകളിൽ, കെട്ടിയ മതിലിൻ്റെ മുകളിൽ ആരാധിക്കുന്നവൻ പടർന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ആരൊക്കെ നിനക്ക് ചുറ്റും മതിൽ കെട്ടിയാലും നിന്നെ വളർത്താൻ കഴിയുന്നൊരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. ആരൊക്കെ നിനക്ക് ചുറ്റും മതിൽ കെട്ടി നിന്റെ വളർച്ച മുരടിപ്പിക്കാൻ നോക്കിയാലും ദൈവാത്മാവിന് പറയാൻ അരുളപ്പാടുണ്ട്, നീ ദേശത്ത് പടരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. നീ ചുറ്റുപാട് പടരാൻ പോകുകയാണ്, ദേശത്ത് പടരാൻ പോകുകയാണ്. അങ്ങനെ ആഗ്രഹമുള്ള ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഉടവരകമന ശതരാദിയാതന. ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിച്ച് മൗനമായിരിക്കരുത്. എല്ലാ വായുകളും തുറന്ന് ദേശത്ത് നീ പടരാൻ പോകുകയാണ്. ഒരു പടുവൃക്ഷം പോലെ ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുക. ദൈവം നമ്മെ വളർത്തണം. ദൈവം നമ്മളെ
വളർത്തണം. വേണ്ടേ? ഉറക്കപ്പറ, വളർത്തണം. ഇങ്ങനെ ഒരു ചർച്ചിനകത്ത് ഇത്തരം ദൈവമക്കളല്ല വരേണ്ടത്. എണ്ണം പെരുകണം, കവിഞ്ഞൊഴുക്ക് സംഭവിക്കണം. ആഗ്രഹമുള്ളവർ ആമേൻ പറഞ്ഞേ. ഈ ഉപവാസ പ്രാർത്ഥന ഈ ദേശത്തെ നിറയ്ക്കുന്നതായി മാറട്ടെ. എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ ജനാവലിയുണ്ട്. അവരെ ഇതിനകത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിവുണ്ടെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നവർ വാതുറന്ന് ദൈവത്തിന് സ്തോത്രം പറ. ദൈവത്തെ കൊണ്ട് കഴിയാത്തൊരു കാര്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് ആമേൻ പറയുന്നു. കർത്താവിന് ചെയ്യാൻ കഴിയും. കഴിയത്തില്ലേ? ഉറക്കപ്പറ. ഒറ്റ കാര്യമുള്ളൂ, സഭ വിസ്മയമാകണം. ഒരാമേൻ പറഞ്ഞേ. ഇതിനകത്ത് കയറിയാൽ വിടുതൽ ഉണ്ടെന്ന് ജനം അറിയണം. ശബ്ദം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. മിണ്ടാതിരിക്കരുത്. ഇതിനകത്തുനിന്ന് പ്രാപിക്കുന്ന വിടുതൽ പുറത്തേക്ക് വ്യാപിക്കണം. സമൂഹത്തിലേക്ക് ആ വിടുതൽ ഇറങ്ങിച്ചെല്ലണം. എത്ര പേർക്ക് കാര്യം പിടികിട്ടെന്ന് എനിക്കറിയില്ല. നീ പ്രാപിച്ച വിടുതൽ നിന്റെ അടുക്കള കൊണ്ട് ഒതുങ്ങാതെ, നീ പ്രാപിച്ച വിടുതൽ നിന്റെ ജോലി സ്ഥലം കൊണ്ട് ഒതുങ്ങാതെ, നീ പ്രാപിച്ച വിടുതൽ ദേശത്തേക്ക് പരക്കണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അങ്ങനെ പരന്നാൽ ദൈവസഭയ്ക്കകത്ത് ആത്മാക്കൾ നിറയും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഇപ്പൊ കൊമ്പുയർത്തരുത്. ആമേൻ. ഒരു ഭാഗത്ത് പറയാം കൊമ്പന്ത് ചെയ്യരുത്, ഉയർത്തരുത്. 75-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 6-ാം വാക്യോടെ ഒന്ന് ചേർത്ത് വായിച്ചേ. 75-ന്റെ 6-ാം വാക്യം. അതിന്റെ 10 വായിച്ച് 10 വായിച്ച്. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും. ഒരാമേൻ പറ. ആരുടെ കൊമ്പ? ദുഷ്ടന്മാരുടെ കൊമ്പ്. ദുഷ്ടന്മാരുടെ കൊമ്പ് ദൈവം മുറിക്കും. അടുത്തത് നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ദുഷ്ടന്റെ കൊമ്പ് ദൈവം എന്ത് ചെയ്യും? മുറിക്കും. നമ്മുടെ കൊമ്പ് അങ്ങനെ ഉണ്ട്. ദുഷ്ടതയുടെ കൊമ്പാണോ, അഹങ്കാരത്തിന്റെ കൊമ്പാണോ, അതോ ദൈവത്താൽ ഉയർന്ന കൊമ്പാണോ? എന്നാണോ? ആരും മിണ്ടുന്നില്ല. എന്നാ പറ്റിയെന്നറിയില്ല. ഒന്ന് ഉറക്കപ്പറ വരട്ടെ. നമ്മുടെ കൊമ്പ് ഏത് പരുവത്തിലുള്ളതാ? ദുഷ്ടതയുടെ കൊമ്പാണോ? നിന്റെ കൂട്ടുവിശ്വാസിയുടെ തകർച്ച കണ്ട് കൈയടിക്കുന്ന കൊമ്പാണ് ദൈവം നിന്നെ മുറിക്കും. കൂട്ടുകാരനെ കുറിച്ച് കളവ് പറഞ്ഞ് അവനെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന കൊമ്പാണോ? ദൈവം അത് മുറിക്കും. ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വരാതെ വിശ്വസ്തയോടെ നിന്നാൽ ദൈവത്താൽ നിന്റെ കൊമ്പുയരും. വിശ്വസിക്കുന്നവർ സ്വോത്രം പറയാവോ? അപ്പൊ ദുഷ്ടന്മാരുടെ കൊമ്പ് ദൈവം മുറിച്ചു കളയും. ആമേൻ. ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ അതിനെന്ന് പുസ്തകം പഠിപ്പിക്കുന്ന എന്നെ 1-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അപ്പൊ ദുഷ്ടന്റെ ആലോചനയുണ്ട്. ദുഷ്ടൻ എന്തുണ്ട്? ആലോചന. എങ്ങനെ തകർക്കാം, എങ്ങനെ വിശ്വാസികളെ തമ്മിലടിപ്പിക്കാം, എങ്ങനെ ഐക്യത ഇല്ലാതാക്കാം, എങ്ങനെ പ്രാർത്ഥന ഇല്ലാതെ വീട്ടിലിരുത്താം. ഇതൊക്കെ ദുഷ്ടന്റെ ചിന്തയാ. ഈ ചിന്ത ഉള്ളവനെ ദൈവം മുറിച്ചു കളയുമെന്നാ പറഞ്ഞേ. ഒന്ന് ഉറക്കെ ആമേൻ പറഞ്ഞേ. പക്ഷെ ഇന്ന് ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ശാന്തമായിട്ട് പോകുന്നുള്ളൂ. ഈ വചനം നിങ്ങളുടെ അകത്തൊന്ന് ഇറങ്ങണം. ദുഷ്ടതയുടെ കൊമ്പൊടിയും. ഒടിഞ്ഞേ പറ്റൂ. കൊമ്പൊടിയണം. സ്തോത്രം പറ. കൊമ്പൊടിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒടിയണം. സ്തോത്രം. ഒത്തിരി വിവരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തരേണ്ടതുണ്ടെങ്കിൽ 1-2 പദം മാത്രം ഞാൻ പറഞ്ഞു വിടാം. ഈ ദുഷ്ടന്മാരുടെ കൊമ്പ് ഒടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഒടിച്ചിരിക്കും. ആമേൻ. കാരണം പുസ്തകം പഠിപ്പിക്കുന്നു, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്മാരുടെ ചെങ്കോൽ, സ്വോത്രം പറ, നിന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ കൊണ്ടുവച്ച ചെങ്കോല് ദൈവം ഒടിച്ചു കളഞ്ഞിരിക്കും. ഏറ്റെടുക്കാൻ കഴിവുള്ള എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? നിന്റെ ഭൗതിക നന്മയിലോ ആത്മീക തലത്തിലോ നിന്റെ വളർച്ചയ്ക്കെതിരെയോ ഉണ്ടാക്കി വെക്കുന്ന ദുഷ്ടന്റെ ചെങ്കോലുകൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ ഒടിച്ചു കളയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് മിണ്ടാതിരിക്കാതെ വാതുറന്ന് ചില ദുഷ്ടന്മാരുടെ ചെങ്കോൽ എന്റെ ദൈവം ഒടിച്ചു കളയും. വിശ്വസിക്കുന്നവർ ആരാധിച്ച് പ്രാപിച്ച് ഇന്ന് പകൽ ചില ചെങ്കോലുകളെ ദൈവാത്മാവ് ഒടിച്ചു കളയട്ടെ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നിന്റെ അവകാശത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തലമുറ മേൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് നേരെ ദുഷ്ടൻ എടുത്തു വെച്ച കൊമ്പുകളെ ദൈവാത്മാവിന് രാത്രി മുറിച്ചു കളയട്ടെ. ആരാധിച്ച് ജയം പ്രാപിക്കും. മിണ്ടാതിരിക്കാതെ ആരാധിച്ച വിടുതലേറ്റെടുക്ക്. ശത്രു നിനക്ക് നേരെ വെച്ച ദുഷ്ടന്റെ കൊമ്പുകൾ ഇന്ന് രാത്രി മുറിച്ചു കളയട്ടെ. ഈ പകലതിനെ മുറിച്ചു കളയട്ടെ. ആ കൊമ്പുകൾ ഒടിഞ്ഞു പോകട്ടെ. മൗനമായിരിക്കാതെ വാതുറന്ന് ദൈവത്തെ ആരാധിച്ച് ചില കൊമ്പുകൾ ഇന്ന് പകൽ മുറിയുകയാണ്. ദുഷ്ടന്റെ ചെങ്കോലുകൾ ദൈവാത്മാവിന്റെ പകൽ ഒടിച്ചു കളയുകയാണ്. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്ക്. ചില ചെങ്കോലുകളെ ദൈവാത്മാവ് ഒടിച്ചു കളയട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദുഷ്ടന്റെ ചെങ്കോൽ ദൈവം ഒടിച്ചു കളയും. സ്തോത്രം. നീതിമാന്റെ കൊമ്പുയരും. എങ്ങനെ ഉയരുമെന്നാ പറഞ്ഞ? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. അടുത്ത പദം കൂടെ വായിച്ചെടുക്കണം. പുതിയ എന്നെ രണ്ട് കാര്യം എടുത്തു പറയാനുണ്ട്. ഒന്ന്, നിന്റെ കൊമ്പ് ഉയർത്തുക മാത്രമല്ല, നിന്റെ മേൽ ദൈവം ഒരു അഭിഷേകം കൂടെ പകരും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം പറയണേ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പ്രാർത്ഥന പിന്നിട്ട് കഴിയുമ്പോൾ ആ അഭിഷേകം നിന്റെ തലയിൽ വീണെന്ന് നീ ഉറപ്പിക്കണം. എത്ര പേർക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അഭിഷേകം നിന്റെ തലയിൽ ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കണക്കയില്ല. സ്തോത്രം പറ. ഈ പ്രാർത്ഥനയൊക്കെ ഇവിടെ ക്രമീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം, ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ എങ്ങുമില്ലാത്തൊരു ആത്മസന്തോഷം ഇതിനകത്ത് വെളിപ്പെടാനാ. ഒരു വലിയ ഉണർവ് വെളിപ്പെട്ട് വരണം. സ്തോത്രം പറ. പ്രാർത്ഥിക്കുന്ന നീ ഉണർന്നാലേ അടുത്തിരിക്കുന്നവർ ഉണരത്തുള്ളൂ. നീ ഇരുന്ന് ഉറങ്ങിയാൽ അടുത്തിരിക്കുന്നവർ ഉറങ്ങിപ്പോവും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. നീ ഉണർന്നാൽ നിന്റെ ചുറ്റുപാട് ഉണരാൻ തുടങ്ങും. നീ ഉണർന്നാൽ നിന്റെ കുടുംബം ഉണരാൻ തുടങ്ങും. നീ ഉണർന്നാൽ നിന്റെ സമൂഹം ഉണരാൻ തുടങ്ങും. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഉണരാൻ ആവേശമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ച് ഒരു ഉണർവ് ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഈ പട്ടണം കണ്ടിട്ടില്ലാത്ത ആത്മാവിന്റെ ഉണർവ് ആരാധിക്കുന്നവന്റെ മേൽ ഇന്ന് പകൽ സംഭവിക്കട്ടെ. കരങ്ങൾ അടിച്ചു ദൈവത്തെ ആരാധിക്കേ. ശക്തിയോടെ 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 ആരാധിച്ച്, വാവിട്ടിരിക്കാതെ വായുകളെ തുറന്ന് ദൈവത്തെ ശക്തിയോടെ ആരാധിച്ച്. ഉടവരകമന ഘടക ജലഗാധരാധന സന്ദര മരാധ പ്രബത്തന അടപകലമന റിഗന്ധരാധിയാന അതര തുറന്ന് ദൈവത്തെ ആരാധിക്ക്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്റെ കൊമ്പുകൾ തകരുമെന്റെ തെളിവെന്ന മലാക്കി പ്രവചനം 4-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ വായിച്ച 4-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യം മുഴുവൻ ദൂത ഒന്ന് വായിച്ചു വിട്ടെ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഉറക്കെ ഒരു ആമേൻ പറയാവോ? ആ ദിവസം ന്യായവിധിയുടെ ദൂതായത്. പക്ഷേ ഈ വർത്തമാന കാലഘട്ടത്തിലോട്ട് ഞാൻ തിരിച്ചൊന്ന് കൊണ്ടുവരിക. അങ്ങനെ ഒരു ആത്മാവിൻ്റെ തീയായി നിങ്ങളുടെ മേൽ അതൊന്ന് വീണാൽ സ്ഥിതി മാറും.
ന്യായവിധിയുടെ തീ മാറ്റിയിട്ട് ഇതൊരു ആത്മാവിൻ്റെ തീയായിട്ടൊന്ന് കണ്ടേ. അങ്ങനെ വന്നാൽ രണ്ട് കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താ കാര്യം? ആ തീ നിന്റെ മേൽ വെളിപ്പെട്ടാൽ, വായിച്ചേ, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും നിന്റെ മുമ്പിൽ താളടിയാകും. ഒരാമയം പറഞ്ഞേ. ഇന്ന് പകലൊരു ദൂത് കൈമാറട്ടെ. ഉപവാസത്തിന്റെ ഈ പകൽ വേളയിൽ ആത്മാവിന്റെ തീ നിന്റെ മേൽ കത്തിയാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില ദുഷ്പ്രവർത്തിക്കാർ, ചില അഹങ്കാരികൾ ഈ പകൽ വീഴാൻ പോകുകയാണ്. ഏറ്റെടുത്ത് ആരാധിച്ചോ. ഇന്ന് പകൽ ചിലത് വീഴാൻ പോകുകയാൽ, ദുഷ്ടന്റെ ചക്രികൾ വീഴാൻ പോകുകയാൽ, ചില ദുഷ്പ്രവർത്തിക്കാർ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ നീ അറിയാതെ ബന്ധിക്കുന്ന ചില ദുഷ്പ്രവർത്തിക്കാർ ഇന്ന് പകൽ താളടിയാകും. ചലിക്കട്ടെ, ആത്മാവിൽ ചലിക്കട്ടെ, അഭിഷേകത്തിൽ ചലിക്കട്ടെ. ചില ദുഷ്പ്രവർത്തിക്കാർ താളടിയാകാൻ പോകുകയാണ്. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചില ദുഷ്പ്രവർത്തിക്കാർ താളടിയാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൂതട്ടെടുക്ക്. അടപാചകൽ കമനകടകതലാധികാര. ചില കുടുംബങ്ങളെ ദൈവാത്മാവ് തൊടട്ടെ, വ്യക്തികളെ ദൈവാത്മാവ് തൊടട്ടെ. ചില ദുഷ്പ്രവർത്തിക്കാർ നിന്റെ മുമ്പിൽ വീഴാൻ പോകുകയാണ്. ചില ആഭിചാരകന്മാർ, ചില അന്ധകാര ബന്ധിക്കുന്ന ആളുകൾ നിന്റെ മുമ്പിൽ വീഴാൻ പോകുകയാണ്. ചില അഹങ്കാരികൾ ദൈവമുമ്പാകെ വീഴാൻ പോകുക. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ചില അഹങ്കാരികൾ വീഴുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? നീ എവിടെയാണോ നിൽക്കുന്നത്, ഒരുപക്ഷെ നിന്റെ ജോലി സ്ഥലത്തായിരിക്കാം, നിന്റെ ഏതു മേഖലയിലാണോ നിനക്ക് തടസ്സമായി നീ അറിയാതെ കുരുക്കുകൾ ഉണ്ടാക്കി നിന്റെ മുമ്പിൽ അഹങ്കരിച്ചുകൊണ്ട് നിന്നെ തകർക്കാൻ ശത്രു തന്ത്രം വരയുന്നെങ്കിൽ, ഉപവാസത്തിന്റെ 6-ാം ദിവസം ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുകയാ. ചിലത് താളടിയാകാൻ പോകുകയാണ്, ചിലത് വീഴാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആരാധിച്ചേ. ചിലത് വീഴുമെന്ന് ഉറപ്പുള്ളവർ മിണ്ടാതിരിക്കാതെ ആരാധിച്ച വിടുതലേറ്റെടുക്ക്. നിന്റെ മുമ്പിൽ ചിലത് വീഴാൻ പോകുക. നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിന്റെ ആത്മതലത്തിനെതിരെ നിൽക്കുന്ന, നിന്റെ വളർച്ചയ്ക്കെതിരെ നിൽക്കുന്ന ചില അഹങ്കാരികളെ ദൈവാത്മാവ് തകർക്കാൻ പോകുകയാണ്. ദൈവം ചില അഹങ്കാരികളെ തകർത്ത് കളയാൻ പോകുകയാണ്. ഉടകബലഗമനാദി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന, മാനസികമതിനെ തളർത്താൻ വാക്കുകളുടെ പെരുപ്പം നിമിത്തം കൂട്ടം കൂടുന്ന ചിലതിനെ ദൈവാത്മാവ് ചിതറിക്കാൻ പോകുകയാണ്. പ്രത്യക്ഷമായ ചില വിടുതലുകൾ ദൈവാത്മാവ് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുത്തുവന്ന് പരിശുദ്ധാത്മാവ് അരുളപ്പാട് പറയുന്നു. ഈ ദിവസങ്ങളിൽ കൂട്ടം കൂടുന്ന ചിലതിനെ ദൈവാത്മാവ് ചിതറിച്ചു കളയും. പദവിയെ തകർത്ത് കളയാൻ, ഉയർച്ചയെ മുടിച്ചു കളയാൻ എഴുതി ഉണ്ടാക്കുന്ന ചില തന്ത്രങ്ങളുടെ മേൽ ദൈവാത്മാവ് എഴുന്നേൽക്കാൻ പോകുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ. നിന്നെ കുരുക്കാൻ നോക്കുന്നവർ തന്നെ അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് വചനത്തിന്റെ നിവർത്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. ദൈവാത്മാവിൽ ചലിക്കട്ടെ, ദൈവാത്മാവിൽ ചലിക്കട്ടെ, ദൈവാത്മാവിൽ ചലിക്കട്ടെ, ദൈവാത്മാവിൽ ചലിക്കട്ടെ. വാമുട്ടിയിരിക്കാതെ ഈ പകല വിടുതൽ പ്രാപിക്കേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. സ്തോത്രം പറ, ശക്തിയോട് രാമേൻ പറ. ദുഷ്ടന്മാർ താളടിയാകും. നിനക്ക് നേരെ ദുഷ്പ്രവൃത്തി ചെയ്ത് നിന്റെ കുടുംബത്തെ മുച്ചോട് മുടിക്കാൻ അവകാശപ്പെട്ട് നിൽക്കുന്നവൻ ഈ ഉപവാസ പ്രാർത്ഥന പിന്നിടും മുമ്പ് നിന്റെ മുമ്പിൽ വീഴാൻ പോകുകയാ. സ്തോത്രം ചെയ്യുക.
വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. വായിച്ചതായിട്ട് വായിച്ചു. സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഉറക്കെ പറ. ഹല്ലേലൂയ. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ. ഒരാമേൻ പറ. ചില ദുഷ്ടന്റെ കൊമ്പുകൾ ഇന്ന് പകൽ കത്താൻ പോവുകയാണ്. സ്തോത്രം. ഉറക്കെ പറഞ്ഞ മിണ്ടാതിരിക്കരുത്. ഞാൻ ഈ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരവിറങ്ങി വരികയാണ്. നിന്റെ തലമുറയ്ക്കകത്ത് ദൈവത്തിന്റെ കരവിറങ്ങി വരികയാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ കൈ ഇറങ്ങി വരികയാച്ച. ദൈവത്തിന്റെ കൈ ഇറങ്ങി വരികയാണ്. ചില ദുഷ്ടന്റെ കൊമ്പുകളെ ദൈവാത്മാവ് ഒടിച്ചു കളയാൻ പോകുക. വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ ദൈവാത്മാവ് ചിലതിനെ തകർത്ത് കളയും. അവന്റെ വേര് ദൈവാത്മാവ് ഒടിച്ചു കളയും. ദുഷ്ടന്റെ ചെങ്കോല് തകർന്നു പോകും. പരിശുദ്ധാത്മാവ് ആവർത്തിക്കുന്നു, ഈ ദിവസങ്ങളിൽ ഒരു ജയത്തിന്റെ കൊടി നിന്റെ വീട്ടിൽ ഉയരാൻ പോവുകയാണ്. ഒരുമിച്ച് രാമൻ പറഞ്ഞേ. ശക്തിയോടെ ആമേൻ പറ. തിരുവഴുത്തിലേക്ക് മടങ്ങി വരുന്നത് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദൈവം എന്ത് ചെയ്യും? ദഹിപ്പിച്ചു കളയും. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്? ആമേൻ പറഞ്ഞാൽ മതി. ഈ ഉപവാസ പ്രാർത്ഥന സഭയുടെ വിടുതലിന്റെ പ്രാധാന്യമുള്ളപ്പോൾ തന്നെ വീടുകളുടെ വിടുതൽ വെളിപ്പെട്ട് വരണം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ചില വീടുകൾക്കകത്ത് വിടുതൽ വെളിപ്പെട്ട് വരണം. അനുഭവിക്കുന്നവരുണ്ട്? ആമേൻ പറയണേ. ചില വീടുകൾക്കകത്ത് വിടുതൽ വെളിപ്പെട്ട് വരണം. ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ട്? സ്തോത്രം പറ. ചില അഹങ്കാരികൾ വീഴേണ്ടതിന്, ചില അഹങ്കാരികൾ വെന്തുപോകേണ്ടതിന് ദൈവസഭ ഒരുമിച്ച് വിട്ടുകൊടുക്ക്. ഒരു ആരാധന വെളിപ്പെടട്ടെ. ചലിക്കട്ടെ, 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 ശക്തിയോടെ ചലിക്കട്ടെ. ശബരമടകല മനഗജാനക ദുഷ്ടൻ വേരോടെ കത്തിപ്പോയാൽ, അവന്റെ കൊമ്പ് തകർന്നാൽ ബാക്കിയുള്ളത് ദൈവജനത്തിലുള്ള ദൂത. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ രോഗോപശാന്തിയോട് ഉദിക്കും. ഒരാമേൻ ഉറക്കെ പറഞ്ഞേ. കിടക്ക വിട്ടെഴുന്നേൽക്കാൻ പറ്റാത്തതുപോലെ നിന്നെ രോഗിയാക്കി മാറ്റുന്ന ഇരുട്ടിന്റെ ശക്തിയെ ജയിച്ച് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അനുഭവിക്കുന്നവർ ആരാധിച്ചു, അനുഭവിക്കുന്നവർ ആരാധിച്ചു, മൗനമായിരിക്കാതെ ആരാധിച്ചു. ദൈവത്തിന്റെ കൈ വെളിപ്പെടാൻ പോകുകയാണ്. കിടക്ക വിട്ടെഴുന്നേൽക്കാൻ പറ്റാതെ നിന്നെ തകർക്കാൻ നോക്കുന്ന ഇരുട്ടിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കുക. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. അടമാ നിഗജ രഗതല ഘടകരാതി. വിശ്വസിക്കുന്നവർ അതരം തുറന്നു. ഈ പകൽ ആത്മാ പറയുക, ചിലതിനെ പുറത്തു കൊണ്ടുവരും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന, എന്റെ നാമത്തെ ആരാധിക്കുന്ന, എന്റെ നാമത്തെ സ്തുതിക്കുന്ന ജീസസ്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ രോഗോപശാന്തിയോട് ഉദിക്കും. അടുത്ത പദം കേട്ടോ. നിങ്ങളും പുറപ്പെട്ട്, നിങ്ങൾ പുറപ്പെടും. പരിധിക്കപ്പുറം പുറപ്പെടാൻ പറ്റാതെ നിന്നെ ഒതുക്കിയിട്ട തൊഴുത്തിലിന്റെ കെട്ട് എന്റെ ദൈവം അഴിച്ചുവിടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ആരാധിച്ചു. പരിധിക്കപ്പുറം വളരാതെ, പരിധിക്കപ്പുറം ഉയരാതെ ദൈവസഭയെ പിടിച്ചു കെട്ടിയ, ദൈവമക്കളെ പിടിച്ചു കെട്ടിയ പോട്ടെ.
വിശ്വസിക്കുന്നവർ ദൂത് പിടിച്ചോണേ. ആത്മ പറയ പരിധിക്കപ്പുറം നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് അതിർവരമ്പുകളിട്ട് തൊഴുത്തിൽ കെട്ടിയിട്ട കെട്ട് തമ്പുരാൻ വലിച്ചു പൊട്ടിച്ചു. എന്നിട്ടോ നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടും. സ്തോത്രം പറ. നീ നൃത്തം ചെയ്യുന്ന ദിവസം വരാൻ പോകുക. നീ ആരാധിക്കുന്ന ദിവസം വരാൻ പോകുക. നീ ആത്മനൃത്തം ചെയ്യുന്ന ദിവസം വരാൻ പോകുക. ഏറ്റെടുക്കുന്നവർ ആരാധിച്ചേ. നീ ആത്മനൃത്തം ചെയ്യുന്ന ദിവസം അനുഭവിക്കുന്നവർ ആമേൻ പറയണം. ആരാധിക്കേണ്ട വിധം ആരാധിക്കാൻ പറ്റാതെ ആരാധിച്ച വിടുതലുണ്ടെന്ന് കണ്ടിട്ട് ഒരു തൊഴുത്തിനകത്ത് പിടിച്ചു കെട്ടിയതുപോലെ നിന്നെ ശാരീരികമായി രോഗിയാക്കി, നിന്റെ അവയവങ്ങളെ തളർത്തി, നിന്റെ അസ്ഥികളുടെ ബലം ക്ഷയിപ്പിച്ച് നിന്നെ ഒതുക്കിയിട്ട കയറിന് ദൈവാത്മാവിന്റെ മകൻ അഴിക്കുക. ആരാധിച്ചത് പൊട്ടിക്ക്, ആരാധിച്ചത് പൊട്ടിക്ക്, ആരാധിച്ചത് പൊട്ടിക്ക്, ആരാധിച്ചത് പൊട്ടിക്ക്, ആരാധിച്ചത് പൊട്ടിക്ക്, ആരാധിച്ചത് പൊട്ടിക്ക്. ചിലത് പുറത്തു വരട്ടെ. ഉടവരമലകട പരകാതരാതി ശബ്ദരാരകടകസിയാണ്. ചിലതിനെ പൊട്ടിക്കാൻ, ആധിപത്യങ്ങളെ തകർക്കാൻ, രോഗിയാക്കി മാറ്റാൻ ബന്ധിക്കുന്ന മരണരേഖ ഈ പകൽ അഴിയുകയോ. കാത്തട്ടെ, 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 കാത്തട്ടെ. അഭിഷേകത്തിൽ വിട്ടുകൊടുക്ക്, ദൈവാത്മാവിൽ വിട്ടുകൊടുക്ക്, ദൈവാത്മാവിൽ വിട്ടുകൊടുക്ക്. ചില ദുഃഖങ്ങൾ കാത്തട്ടെ, പിടിച്ചു വെക്കാൻ കഴിയാതെ അറബാരകതൽ സഗതപടകമനാദിയ ആത്മനിയോഗത്തോടെ വിട്ടുകൊടുത്തു. ഈ പകലത് വെളിപ്പെട്ടു വരികയാണ്. ആരാധിക്കുന്ന പലതിനെ രോഗികളാക്കി മാറ്റി, ആരാധിക്കുന്ന പലതിനെ രോഗികളാക്കി മാറ്റി, ചലിക്കാൻ കഴിയാതെ, ചലിപ്പിക്കാൻ കഴിയാതെ പിശാചി കെട്ടിയ ചങ്ങലയെ ദൈവാത്മാവ് അഴിക്കട്ടെ. സംഭവിക്കട്ടെ. അങ്ങനെ അവിടുതൽ സംഭവിച്ചോണ്ടിരിക്കുക, അവിടുതൽ സംഭവിച്ചോണ്ടിരിക്കുക. ദൈവത്തിന് ആവശ്യമുള്ള പലതിന്, തമ്പുരാന് വേണ്ട പലതിന്, ദൈവത്തിന് ഇഷ്ടമുള്ള പലതിന് അവൻ നുകം കൊണ്ട് കെട്ടി, നുകം കൊണ്ട് ബന്ധിച്ച്, നുകം കൊണ്ട് ബന്ധിച്ച് പിടിച്ചു വച്ചതിനെ ദൈവാത്മാവിൽ അഴിക്കാൻ സംഭവിക്കട്ടെ. ചില നുകങ്ങളെ അഴിച്ചു വെളി വരട്ടെ, ചില ദുഃഖങ്ങൾ പൊട്ടട്ടെ. വിവാദമാരമാതിയാരോ ചലിക്കട്ടെ ദൈവാത്മാവ്. സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. മൗനമായിരിക്കാതെ ആത്മാവിൽ ആരാധിച്ചു. ചില കയറുകൾ കാത്തട്ടെ, ചങ്ങലകൾ കാത്തട്ടെ. ദൈവത്തിന്റെ ശക്തി ചലിക്കുക. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ ഒരു ആമേൻ പറഞ്ഞേ, തുള്ളിച്ചാടും. ആ പുറകിരിക്കുന്ന കൈവക്കി, ഏറ്റവും കൈവക്കൂ. പരിശുദ്ധാത്മ നിന്നോട് പറയുക, നീ തുള്ളിച്ചാടാൻ പോകുന്ന ദിവസം നിന്റെ മുമ്പിൽ വരാൻ പോകുന്നു. നിന്റെ മുമ്പിൽ അടയപ്പെട്ട ചില വാതിൽ ആത്മാവ് ഓപ്പൺ ചെയ്യുക, ചില വാതിലുകൾ ആത്മാവ് തുറന്നിടുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൽ കാണുന്നു. വിശ്വസിക്കാൻ തയ്യാറായിക്കൂ. അടയ്ക്കാൻ, ഒതുക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ തന്നെ നീ ചിലത് കൈവശമാക്കാൻ പോവുകയാണ്. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. പുതിയൊരു പദവിയിലേക്ക് ദൈവം നിന്നെ കയറ്റിയിരുത്താൻ പോവുക. ദാനിയേൽ 20 പേർക്ക് അധിപതിയായതുപോലെ ദൈവം നിന്നെ കയറ്റിയിരുത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. സ്തോത്രം ചെയ്യുക. അപ്പൊ അടുത്ത പദം, അടുത്ത വാക്യമാണ് ശ്രദ്ധേയം. ഒന്ന് വായിച്ചു വിട്ടേ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴെ. ആരുടെ? ആരുടെ? ആരാധിക്കുന്നവന്റെ കാൽ കീഴെ, അഭിഷേകമുള്ളവന്റെ കാൽ കീഴെ. സ്തോത്രം പറ.
ദൈവകൃപയുള്ളവന്റെ കാൽ കീഴേ വെണ്ണീറായിരിക്കൊണ്ട് നീ അവനെ ചവിട്ടിക്കളയും. സ്വതന്ത്രം വരുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കൂടുതലും പ്രായമുള്ളവരാ. എത്ര കാലം ഇനി ഉണ്ടാകുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അത് പറയാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ. എത്ര നാളുണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ? ഉറക്കപ്പറ പറ്റുമോ? ഇല്ല. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രായമുള്ളവരും ഇല്ലെന്നല്ല, ചെറുപ്പക്കാരുടെ എണ്ണമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാറുണ്ട്, നാളെ മരിച്ചാലും വേണ്ടില്ല, ഇന്ന് മതിമറന്ന് ആരാധിച്ചോ. സ്തോത്രം പറഞ്ഞേ. ആരാധിച്ച ദൈവസന്നിധി കയറണം. സ്തോത്രം. എന്തായാലും മരിക്കും, എന്നാൽ പിന്നെ ആരാധിച്ച് മരിക്കുന്നല്ലേ ഒന്നുകൂടെ നല്ലത്. എൻ്റെ അത് പറഞ്ഞപ്പോൾ സ്തോത്രം എല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രായം നോക്കരുത്, ആത്മാവിൽ ശക്തിയോട് ആരാധിച്ചോ. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കണം. പണ്ട് പ്രാപിച്ച ദൈവകൃപ ഇപ്പോൾ ഉണ്ടോ എന്നല്ല ചോദ്യം. പണ്ട് പ്രാപിച്ചത് ചിലതും പോയിട്ടുണ്ട്. നിന്റെ അന്ത്യസമയം എങ്ങനെ ആയിരിക്കുമെന്നാ. അവസാന ഘട്ടത്തിലും പ്രാപിച്ച ദൈവകൃപ നിലനിൽക്കണം. പ്രാപിച്ച ദർശനത്തിൽ നിലനിൽക്കണം. വേണ്ടേ? അവസാന ഘട്ടത്തിൽ എങ്ങനെ നിൽക്കണം? ദൈവം നമ്മളെ ഏൽപ്പിച്ച അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ മരണസമയം വരെ ആത്മാവിൽ നിൽക്കണം. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ മരിച്ചു, അന്യഭാഷ പറഞ്ഞാ മരിച്ചത്. സ്തോത്രം പറ. മക്കളെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് അപ്പച്ചൻ ഒറ്റ ആരാധന അങ്ങ് അടിച്ച് കിടപ്പില്ല. അന്യഭാഷ പറഞ്ഞു 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 നാക്ക് കുഴഞ്ഞു, കണ്ണടച്ചു. ആ പറഞ്ഞ പദത്തോടു കൂടി ചിരിച്ച മുഖത്തോടെ മണ്ണ് വിട്ടു. എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഒരു സ്തോത്രം പറ. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ടിപ്പർ കയറി ചാകുന്നതിനൊക്കെ അന്തസ് ആരാധിച്ച് ചാകുന്നത്. സ്തോത്രം ചെയ്യുക. രോഗം മറന്ന്, ക്ഷീണം മറന്ന്, വാർദ്ധക്യം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം പറ. അഭിഷേകമുള്ളവൻ പ്രായമുള്ള പലരും ദർശനത്തെ കാണും ഇല്ലേ? മരിക്കുന്നതിന് മുമ്പ് അവർ കാണുന്നത് ദൂതൻ വരുന്നതും ഇല്ലേ? ഇവിടെ ആരും ഇല്ല. ഇവിടെ ദൂതൻ വരുന്നതും ദൂതൻ സംസാരിക്കുന്നതും ദൈവവചനമൊക്കെയാണ്. ദൈവകൃപ ഇല്ലാത്തവൻ കാണുന്നത് ചത്തുപോയ പുള്ളികളെയാണ്. മരിച്ചുപോയ വല്യപ്പച്ചൻ കയ്യാട്ടി വന്ന് വിളിക്കുന്നു. അമ്മച്ചി വന്നിട്ട് പറഞ്ഞു നമുക്ക് പോയേക്കാം, സമയം കഴിഞ്ഞു. പിന്നെ പിശാച് വരുന്നതൊക്കെയാണ് ദൈവകൃപ ഇല്ലാത്തവൻ കാണുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ കാണുന്ന മരണത്തെ ഭയമില്ലാതാ. കാരണം എന്നാ? പ്രാപിച്ചത് ദൈവത്തിൻ്റെ കൃപയായതുകൊണ്ടാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളെ നോക്കി ദൈവാലോചന പറയുക. ചിലതിനെ മെതിച്ചു കളയാൻ പോകുക. ചില ദുഷ്ടന്മാരുടെ ശക്തികളെ മെതിച്ചു കളയാൻ പോകുക. നിന്നെ തളർത്താൻ പിശാചിന് പറ്റത്തില്ലെന്ന് പറ. നിന്നെ ഉടയ്ക്കാൻ പിശാചിന് പറ്റത്തില്ലെന്ന് പറ. നിന്റെ ശരീരത്തെ ഇല്ലാതാക്കാൻ പിശാചിന് പറ്റത്തില്ലെന്ന് പറ. എന്നിട്ട് ആത്മാവിൽ അവനെ ജയിക്കാൻ തയ്യാറായിക്കേ. ദുഷ്ടൻ നിന്റെ കാൽ കീഴേ വെണ്ണീറായിരിക്കൊണ്ട് നീ അവയെ ചവിട്ടിക്കള്. ആത്മദ്രവമുള്ളവർ ആരാധിച്ചേ. ചില കൊമ്പുകൾ ഉയരപ്പെടട്ടെ, ചില കൊമ്പുകൾ ഉയരപ്പെടട്ടെ, ചില കൊമ്പുകൾ ഉയരപ്പെടട്ടെ. അഭിഷേകം നിമിത്തം രമനാഥരെ ശക്തി പ്രാപിച്ച ദൈവമക്കൾക്കായി സ്തോത്രം പറയുന്നു. യഹോവയാൽ എൻ്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. സ്വയം ഉയർത്തിയതല്ല, ദൈവത്താൽ ഉയർന്നതാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങളുടെ കൊമ്പ് താഴാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല.
കാരണം നീ ഉയർന്നത് ആഭിചാരം കൊണ്ടല്ല, നീ ഉയർന്നത് ദുഷ്ടത കൊണ്ടല്ല, നീ ഉയർന്നത് ചതിവ് കൊണ്ടും വഞ്ചന കൊണ്ടുമല്ല, നീ ഉയർന്നതല്ല, ദൈവം നിന്നെ ഉയർത്തിയതാ. ഓ, എത്ര പേർക്ക് ദൈവത്തിന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ശബ്ദം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഞാൻ ഒന്നുകൂടെ തെളിയിച്ചാൽ അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയും. നീ ഓ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ തല കുനിക്കാൻ നോക്കിയവരുടെ മുൻപിൽ, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ, ശാപവാക്കുച്ചരിച്ചവന്റെ മുൻപിൽ എൻ്റെ ദൈവം നിന്റെ തല ഉയർത്തും. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിച്ചു. മിണ്ടാതിരിക്കരുത്, വാതുറന്ന് ആരാധിച്ച്. ഇത് നിനക്കുള്ള ദൂതാകുഞ്ഞേ, നിനക്കുള്ള അരുളപ്പാടാണ്, നിന്നോടുള്ള ദൈവ ശബ്ദമാണ്, നിന്നോടുള്ള ദൈവാരാധനയാ. ഉടവലവരഘടകലമനധികാരഭാരഭ. നിന്റെ കൊമ്പുയരട്ടെ, നിന്റെ കൊമ്പുയരട്ടെ, നിന്റെ കൊമ്പുയരട്ടെ. ദൈവത്താൽ നിന്റെ കൊമ്പുയരട്ടെ, ദൈവത്താൽ നിന്റെ കൊമ്പുയരട്ടെ, ദൈവത്താൽ നിന്റെ കൊമ്പുയരട്ടെ. ഉടവരവരഘടക ശതരകമനാദര. സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നു, അഭിഷക്തന്റെ കൊമ്പുയർന്നിരിക്കും. ഒരാമേൻ പറഞ്ഞേ. അഭിഷക്തന്റെ കൊമ്പ് എങ്ങനെ ഉയർന്നിരിക്കുന്ന? ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദൈവസഭയ്ക്ക് ബഹുമാനിക്കത്തക്ക നിലയിൽ അഭിഷേകമുള്ളവന്റെ കൊമ്പ് ദൈവം ഉയർത്തും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. അഭിഷക്തന്റെ കൊമ്പ് ഉയരും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ബഹുമാനത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ കൊമ്പ് ഉയരും. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴെ പോകയില്ല, നിന്റെ കൊമ്പ് ഉയർത്തപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക. അഭിഷക്തന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും, ഉയർത്തപ്പെടും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? നിന്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയർന്നിരിക്കും. ഒരു കൊമ്പിലെ അഭിഷേകമാ ഒരുത്തനെ ഉയർത്തിയത്. സ്തോത്രം പറ. വായിച്ചു വിട്ട 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേതലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും. ഒരാമേൻ പറഞ്ഞേ. കൊമ്പിലെ തൈലം. സ്തോത്രം പറ. ഈ തൈലം ഇസ്രായേല് കണ്ടുപിടിച്ചു. യെരൂശലേം ദൈവാലയം പണി കഴിപ്പിച്ചാൽ മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യാനുള്ള തൈലം ചാവുകടലിൻ്റെ കരയിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട മണ്ണിൻ്റെ അടിത്തട്ടിൽ കേടുവരാതെ സൂക്ഷിച്ചു വെച്ചത് ഇസ്രായേൽ പിടിച്ചെടുത്തു. സ്തോത്രം പറ. അത് പിടിച്ചെടുത്തു. ആ തൈലം അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുക. കാരണം അഭിഷേക തൈലം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി അത് വെച്ചെടുത്ത് കേടുകൂടാതെ ഓടിപ്പോയ ആളുകൾ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച് യെരൂശലേം വിട്ടോടിയവർ അത് മുഴുവൻ സൂക്ഷ്മമായി സൂക്ഷിച്ചു വെച്ചു. ഒരാമേൻ ഉറക്കെ പറഞ്ഞേ. ദൈവത്തിനൊരു തെറ്റും പറ്റിയല്ല. നമ്മുടെ കർത്താവ് വേഗത്തിൽ മടങ്ങി വരും. മടങ്ങി വരുമോ? ഉറക്കെ പറഞ്ഞേ. എൻ്റെ ഓർമ്മ ശരിയാണ്, 2025 3 മാസത്തിനകത്ത് 63 കൊലപാതക കേസാണ് രജിസ്റ്റർ ചെയ്തത്. 63 കൊലപാതകം 3 മാസം കൊണ്ട്.
പിന്നെ കഞ്ചാവ്, പിടിച്ചുപറി, വഴക്ക് തുടങ്ങിയ പല കേസുകളും. എന്നെ തിട്ടപ്പെടാൻ പറ്റാത്ത കുട്ടിക്കുലപാതകന്മാർ രംഗത്ത് വന്ന ഏറ്റവും വലിയ വർഷം 2025. ശരിയല്ലേ? ആണോ? ഉറക്കപ്പറ. ഈ ലക്ഷണം പറയുന്നു യേശു മടങ്ങി വരാറായെന്ന്. ഇതിൽ കൂടുതൽ ലക്ഷണം ഇനി ദൈവമക്കൾക്ക് തരാനുണ്ടോയെന്ന് എനിക്കറിയില്ല. തെളിവ യുദ്ധങ്ങളെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഏത് സമയത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകാം. അതിനുള്ള രംഗപ്രവേശനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സ്വോത്രം. തിരുവനന്തപുരംകാർ ശരിക്കും പേടിക്കും. കാരണം വിഴിഞ്ഞം തുറമുഖം അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഏത് സമയത്ത് അവിടെ സാധനം വന്ന് വീഴുന്നതെന്ന് പറയാൻ എൻ്റെ ദൈവമേ എല്ലാം പേടിച്ചിരിക്കാൻ തോന്നും. സ്വോത്രം പറ. ദൈവം അനുവദിക്കാതെ നിന്റെ ജീവനെ തൊടാൻ പറ്റിയാലെന്ന് പഠിക്കുക. അങ്ങനെ പഠിക്കണം. ഞാൻ പറഞ്ഞിട്ട് ബോംബല്ല, ഇനി അതിനും കൂടിയ സാധനം പൊട്ടിച്ചാലും വാഗ്ദത്തം നിന്റെ മേലുണ്ടെന്ന് ജീവിച്ചിരിക്കും. ഉറപ്പായില്ലേ? പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഏറ്റവും അടുത്തിരിക്കുന്നു. ഭൂമിശാസ്ത്ര ഗവേഷകർ ഭൂമിക്കകം തുരന്ന് കണ്ടുപിടിച്ചത് ഒരു ഭയാനകമായ അവസ്ഥയാണ്. സംഭവം കണ്ടത് ഭൂമിക്കടിയിലൊരു നദി ഒഴുകുന്നു. നദി, യെരുശലേമിന് അടിയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആമേൻ. ഇത് കണ്ടുപിടിച്ചപ്പോൾ കാര്യം മനസ്സിലായി. ഈ നദി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കുക, ഉയർന്നുകൊണ്ടിരിക്കുക. ഈ ഉയർന്നുകൊണ്ടിരിക്കുന്ന നദിയുടെ പ്രത്യേകത, അതിൻ്റെ ഉത്ഭവം അവർ കണ്ടുപിടിച്ചത് യെരുശലേം ദൈവാലയത്തിൽ പണി കഴിപ്പിക്കാൻ പോകുന്ന ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നാണ്. ഒരാമയം പറഞ്ഞേ. ഇനി അടുത്ത പദം കേട്ടോ. ഈ നദി ഒഴുകുന്നത് ചാവുകടലിലേക്കാണ്. ചാവുകടലിൽ നേരെ ഈ നദി ഒഴുകുന്ന ചാവുകടലിലേക്ക് ചെന്ന് പതിക്കും. ഈ ചാവുകടലിൽ ചെന്ന് പതിച്ചാൽ പ്രവചനം നിവൃത്തിയാകും. എന്താ നിവൃത്തിയാകുന്നത്? ഈ നദി ചെന്ന് ചേരുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കും. ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അതിൻ്റെ അർത്ഥം ഇന്ന് ചാവുകടലിൽ ഒറ്റ പ്രാണിയില്ലെന്ന. ഒരു മത്സ്യത്തിനും ജീവിക്കാൻ പറ്റത്തില്ല ചാവുകടലിൽ. പക്ഷേ ഈ നദി ചെന്നകത്ത് വീണ് കഴിയുമ്പോൾ സ്ഥിതി മാറും. പുതിയ ചിലത് ചലിക്കാൻ തുടങ്ങും അതിനകത്ത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞേ. യേശു മടങ്ങി വരാറായി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? സ്തോത്രം പറ. അതുകൊണ്ടായി ആവർത്തിച്ച് ദേവദാസന്മാർ പറയുന്നേ, നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. സ്തോത്രം പറഞ്ഞേ. നാളെ എന്നത് നമുക്കുള്ളതല്ല. ഇന്ന് കിട്ടുന്ന അടുത്ത മണിക്കൂർ നമുക്കുള്ളതാണോ നമുക്കറിയില്ല, അല്ലേ? ശരിയാണോ? നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ലായകയാൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി എനിക്ക് ഒരുങ്ങണം. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. പ്രായമല്ല പലരുടെ ആഗ്രഹം അതാ, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ യേശു വാനവിരിവിൽ വെളിപ്പെടണമെന്ന. വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. യേശു മടങ്ങി വരണം. ദൈവം അനുവദിച്ച വൈകിട്ടത്തെ സെക്ഷൻ ഞാൻ ആ ഭാഗം തൊടുന്നുണ്ട്. യേശുവിൻ്റെ മടങ്ങി വരും അനന്തര സംഭവത്തെക്കുറിച്ചൊന്ന് തൊട്ടുവിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വിസ്തരിച്ചാലും തീരാത്തൊരു പ്രവചന ശബ്ദമാണ് യേശുവിൻ്റെ മടങ്ങി വരവ്. ഒരാമയം പറഞ്ഞേ. അത് കേൾക്കേണ്ട ജാതികളല്ല, അത് കേൾക്കേണ്ട ദൈവമക്കളാ. പിടികിട്ടിയോ? ആരാ കേൾക്കണ്ടേ? ഉറക്കപ്പറ. ദൈവമക്കൾ കേൾക്കണം യേശു മടങ്ങി വരുമെന്നുള്ളത്. കാരണം ബൈബിളെടുത്തൻ്റെ പേര് കളിയാക്കൽ കേട്ടത് നീയാ. രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടത് നീയാ. പാട്ടുപാടി സ്നാനക്കടവിലൊക്കെ പോകുമ്പോൾ പരിഹസിച്ചു പോയ പല പുള്ളികളും കേമൻ നിന്നോട് നോക്കി പറഞ്ഞത് നീ കേട്ടിട്ടാ ഇതിനകത്തിരിക്കുന്നെങ്കിൽ നീ കേട്ടതിൻ്റെ മറുപടിയായി നീ പറയാൻ പോകുന്നേ. നീ പ്രത്യാശ വെച്ചവൻ മടങ്ങി വരാറായി. പ്രത്യാശമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു മടങ്ങി വരാറായി. സ്തോത്രം. അന്ത്യകാലത്ത് ദുരുപദേശക്കന്മാരുണ്ടാകും. ഇഷ്ടം പോലുണ്ട്, ഇഷ്ടം പോലുണ്ടെന്ന്. ഈ അടുത്ത ദിവസം ഒരുത്തൻ പറഞ്ഞു പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവരാജ്യം എന്ന് പറഞ്ഞ് യേശുവിനെ അവർക്ക് താല്പര്യമില്ല. സ്വർഗമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ എന്ന് പോലും അവർക്ക് ആഗ്രഹമില്ല. അവർ പറയുന്നത് ദൈവരാജ്യമാണ്, ദൈവരാജ്യം വരണമേ. അപ്പോൾ യേശു പറഞ്ഞ രാജ്യത്തേക്കാണ് ഞങ്ങൾ പോകാനിരിക്കുന്നത്. സ്തോത്രം പറ. ഞാനും പറഞ്ഞ് ഞങ്ങളും അങ്ങോട്ടാണ് വരുന്നത്. പക്ഷെ അവരുടെ പഠിപ്പിക്കൽ യേശു ദൈവപുത്രനല്ലെന്നാ. അതിന് വയനാട് ജില്ലയിൽ
12 ഏക്കർ സ്ഥലം വാങ്ങി അവർ കൃഷി തുടങ്ങി. കൃഷി കുറേ സംഭവങ്ങൾ അവരുണ്ടാക്കി. ശിഷ്യവൃന്ദങ്ങളെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി പാർപ്പിച്ച് യെരൂശലേം ദൈവാലയം പണിയാൻ ഈ പുള്ളികൾ ഇങ്ങനെ ചട്ടം കൂടി നിൽക്കുക. ഇപ്പോൾ സ്തോത്രം വരുന്നില്ല. അങ്ങനെ ചിലത് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇറങ്ങിയിട്ടുണ്ട്. അന്ത്യകാലത്ത് ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും. പ്രവചനം നിവൃത്തിയാകുന്നുണ്ടോ? ഉറക്കെ പറഞ്ഞേ, ഉണ്ടോ? ഇനി നമ്മളൊരു കാര്യം അറിയണം, യേശു വരാറായി. സ്തോത്രം പറ. ഇനി വഴക്കുണ്ടാക്കാൻ, കളിയാക്കാൻ, ഒറ്റപ്പെടുത്താൻ, മുഖം വീർപ്പിച്ചിരിക്കാൻ നമുക്കിനി സമയമില്ല. തമ്മിൽ കൈ കൊടുത്ത് ഐക്യതയോടെ കുടുംബജീവിതത്തിലും തലമുറയോടും ഒരൈക്യത ഉണ്ടാകണം. സ്തോത്രം പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഒരു മോൻ പറഞ്ഞു, എൻ്റെ അപ്പനോട് ഞാൻ മിണ്ടുകയല്ല. ഞാൻ ചോദിച്ചാൽ എന്നാ പറ്റിയ? ഇതുപോലെ ഒരപ്പൻ. കാരണം എന്നാ, ഇതുപോലെ എണ്ണത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റം. അങ്ങോട്ട് നോക്കിയാൽ കുറ്റം, ഇങ്ങോട്ട് നോക്കിയാൽ കുറ്റം. 10-21 വയസ്സായി. 21 വയസ്സായിട്ടും പുറത്തെ കടയിൽ പോലും അവനെ വിടുകയില്ല. വിട്ടാൽ കുറ്റം. സ്തോത്രം പോയാണ്ട് എല്ലാവരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നീ എന്നാ തമ്പാനൂര് വരെ പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ പിടിവരും. നീ പോകണ്ട, ഞങ്ങളെപ്പോൾ പോകുന്ന അന്നേരം നീ പോയാൽ മതി. അതുകൊണ്ട് തന്നെ ചെറുക്കന് ബസ്സേ കയറാൻ പേടിയാ. സ്തോത്രം വരുന്നില്ല, ഉറക്കപ്പറ. ചെറുക്കന് ബസ്സേ കയറാൻ പേടിയാ. ഇവിടുന്ന് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞാൽ പോകുകയല്ല, പേടിയാ. ഞാനിന്ന് പകൽ ആവർത്തിച്ചൊരു കാര്യം പറയാം. പട്ടാളച്ചിട്ടയല്ല തലമുറയ്ക്ക് വേണ്ടത്. ഇവിടെ സ്തോത്രം പോയോ? ഉപവാസ പ്രാർത്ഥനയല്ലേ, എല്ലാം വെളിപ്പെട്ട് വരും. ഒരു കാര്യം മാത്രം മറച്ചു വെക്കുകയല്ല, സകല സാധനം എന്ത് ചെയ്യും? വെളിപ്പെട്ട് വരും. സ്നേഹിക്കുന്നൊരു മനസ്സുണ്ടായാൽ പ്രശ്നം തീർന്നു. സ്തോത്രം പറയാവോ? ഞാനെപ്പോഴും എൻ്റെ ചർച്ചിൽ പറയാറുണ്ട്, 10-30 കുഞ്ഞുങ്ങളുണ്ട് ചർച്ചിൽ. അപ്പനമ്മമാരോട് പറയും, നിങ്ങൾ പിടിച്ചു വെക്കുന്ന കൊള്ളാം, 18-20 വയസ്സ് കഴിയുമ്പോൾ ഇവരെ പറക്കും. കഴിഞ്ഞ ദിവസം ഒരു കല്യാണം നടന്നു. കല്യാണം രസകരമാണ്. അപ്പനോടും അമ്മയോടും പറഞ്ഞു 12 മണിയാകുമ്പോൾ ഓൺലൈനിൽ വരണമെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എടുത്ത് വെച്ചു. അപ്പനും അമ്മയും കൂടെ ഓൺലൈനിൽ വന്നു. അവൻ ഫ്രണ്ടിൽ വന്നിട്ട് ക്യാമറ ഒക്കെ ഓണാക്കി വെച്ച് ഒരു പെങ്കൊച്ചിനെ അടുത്തോട്ട് വിളിച്ചു വെച്ച് മാല ഇട്ട് കൊടുത്തു. കല്യാണം കഴിഞ്ഞു. അപ്പനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റേ പല കല്യാണം കണ്ടിട്ടുണ്ട്, പക്ഷെ കമ്പ്യൂട്ടർ കല്യാണം ആദ്യമായിട്ടാ. സ്തോത്രം പറ. ആരാ കാരണം? അപ്പനമ്മമാര് തന്നെ. പത്യോപദേശത്തിൽ വളർത്തണം, സത്യ. പക്ഷെ പട്ടാളച്ചിട്ട വളർത്തരുത്. ഉള്ള സ്തോത്രം പോയി അത് പറഞ്ഞപ്പോൾ മിണ്ടുന്നില്ല. എങ്ങനെ വളർത്തണം? പത്യോപദേശത്തിൽ വളർത്തണം. ഉപദേശം കറക്റ്റാ, പക്ഷെ പട്ടാളച്ചിട്ട എന്ത് ചെയ്യരുത്? വളർത്തരുത്. സ്തോത്രം പറഞ്ഞേ. എൻ്റെ മൂത്ത മകൻ 18 വയസ്സ് വരെ അവൻ ഒറ്റയ്ക്ക് പോകത്തില്ലായിരുന്നു. 18-19 വയസ്സ് വരെ അവനെങ്ങും ഒറ്റയ്ക്ക് അങ്ങനെ പോകത്തില്ല, പേടിയാ. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്ത് അവനെ കട്ടപ്പനയ്ക്കപ്പുറം തൂക്കുപാലത്ത് കൊണ്ട് കോളേജിൽ പഠിപ്പിച്ചു. ഒറ്റയ്ക്ക് വരാനും പോകാനും പഠിക്കാൻ. ഇപ്പം പുള്ളി ഒരു വിഷയം വേണ്ട, ഇനി ട്രിവാൻഡ്രത്ത് ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞാൽ പുള്ളി വരും, പേടിയില്ല. രണ്ടാമത്തെ ഇരട്ടകളാണ്. ഇവർക്ക് ഒരു പേടിയില്ല, ഇവർ എവിടെ വേണേലും പോവും. പക്ഷെ എവിടെ പോയാലും വിളിച്ചു പറയും, ഞങ്ങൾ ഇന്നടുത്തുണ്ടെന്ന് പറയും. ആത്മീയത അല്ലാത്തൊരു കാര്യത്തിൽ ഇടപെടരുതെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരാമയം പറഞ്ഞേ. സ്തോത്രം പറ. എഫീസ് ലേഖനത്തിൽ കൃത്യമായ പദം കൊടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് തിരുവചന വെളിച്ചത്തിൽ പറയുന്നു, ആമേൻ, കുടുംബത്തിനകത്തൊരു സന്തോഷം ഉണ്ടാകണം. എവിടെ ഉണ്ടാകണം? ഐക്യത ആദ്യം എവിടെ വെളിപ്പെടണ്ടേ? സഭയ്ക്കകത്തോ കുടുംബത്തിലോ? ഉറക്കപ്പറ. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, കുടുംബത്തിൽ വെളിപ്പെടേണ്ട 5 കാര്യങ്ങളാണ്. എത്ര കാര്യങ്ങളാണ്? 5 കാര്യങ്ങൾ. ഒന്ന്, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചു. ഒന്നുകൂടെ അങ്ങ് പറയിപ്പിക്കാൻ ഒരു പ്രേരണ വരുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ വീട്ടിലെന്തോ ഉണ്ടാകണം? പരിശുദ്ധാത്മ നിറയണം. ഒരു പാട്ട് പാടി ചടങ്ങ് തീർത്ത് സന്ധ്യപ്രാർത്ഥന ഒതുക്കരുത്. ചടങ്ങ് തീർക്കുന്ന പ്രാർത്ഥന വീട്ടിലുണ്ടാകരുത്.
പകരം എന്ത് ചെയ്യണം? പാട്ടുപാടി പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് അവസാനിപ്പിക്കണം. നാട്ടുകാർ കേൾക്കണം നീ ആരാധിക്കുന്നത്. സ്വോത്രം പറ. ആമേൻ. ഒച്ചപ്പാട് വെച്ച് ആരാധിക്കുന്നതല്ല, അറിയാതെ ഒച്ച വന്നുകൊണ്ടിരിക്കുക. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പം രണ്ടാമത് വീട്ടിൽ വെളിപ്പെടേണ്ടത് സാക്ഷ്യമുള്ള വീടായിരിക്കണം. എന്തോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ നടക്കുന്നൊരു കാര്യം നാട്ടുകാരറിയരുത്. വീട്ടിൽ നടക്കുന്നൊരു കാര്യം നാട്ടുകാരെന്ത് ചെയ്യരുത്? അറിയരുത്. വീട്ടിൽ തന്നെ ഒതുങ്ങണം. അതാ സാക്ഷ്യമുള്ള വീട്. മൂന്നാമത്തെ കാര്യം ചട്ടമുള്ള വീടായിരിക്കണം. ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. ചട്ടമുള്ള വീടായിരിക്കണം. നാലാമത്തെ കാര്യമുണ്ട്, സ്വത്രം ചെയ്യും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിൽ ഫലപ്രദമായ വൃക്ഷം മുന്തിരിവള്ളി പോലെ. നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരു സ്വോത്രം ഉറക്കെ പറഞ്ഞാട്ടെ, ഒലിവ് തൈ പോലെ ഇരിക്കണം. എവിടെ ഇരിക്കണം? മേശയ്ക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന തലമുറയായിരിക്കണം, ആരാധിക്കുന്ന തലമുറയായിരിക്കണം. അഭിഷേകമുള്ള, ഉറക്കെ പറ, അഭിഷേകമുള്ള തലമുറയായിരിക്കണം. അതുണ്ടെങ്കിൽ ആ കുടുംബം വിടുവിക്കപ്പെട്ടു. ഒരാമയം പറഞ്ഞേ. ഞങ്ങളുടെ നാട്ടിൽ സന്ധ്യയ്ക്ക് ആരാധന ഒരു ദിവസം പ്രാർത്ഥന ഇല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും, ഇന്നലെ അവിടെ ഇല്ലായിരുന്നല്ലേ, ആരുടെ ഒച്ചയൊന്നും കേട്ടില്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ അവിടെ ഒരു ആൻറ്റിയുണ്ട്, ഒരു തിരുവനന്തപുരം അമ്പലത്തിലെ കമ്മിറ്റി അംഗമായ ഒരു ചേച്ചിയാണ്. പുള്ളിക്കാരി അതിനകത്ത് കമ്മിറ്റിയിലൊരാളാണ്. പുള്ളിക്കാരി പറയും ലേഡീസിൻ്റെ എന്തോ ഒരു കമ്മിറ്റിയാണ്. പുള്ളിക്കാരിൻ്റെ ഉയർന്ന പുള്ളിയാണ്. ഏറ്റവും കൂടുതൽ പെന്തിക്കോസുകാരുടെ വിരോധം പഠിപ്പിക്കുന്ന ആളാണ് അവർ. പക്ഷേ സംഭവിച്ചു കേൾക്കണോ, അവർ പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ എന്നും നിങ്ങളുടെ സന്ധ്യപ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങൾ കസേര ഇട്ടിരുന്ന് കേൾക്കും. സ്വോത്രം പറഞ്ഞേ. ഞാനും എൻ്റെ അച്ചായനും കൂടെ പുറത്ത് വന്നിരുന്ന് കസേരയിട്ട് കേൾക്കും. പിള്ളേരുടെ പാട്ട് കേൾക്കും, നിങ്ങളുടെ കയ്യടി കേൾക്കും, പാസ്റ്ററുടെയൊക്കെ ശബ്ദം കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. അന്ന് ഞങ്ങളത് കേട്ടിട്ടേ ഉറങ്ങുള്ളൂ. സ്വോത്രം പറ. നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന അടുക്കള കേൾക്കുകയില്ല. അന്നാണ്ട് സ്വോത്രം പോയാണ്ടത് പറഞ്ഞപ്പോൾ മിക്കവാറും എളുപ്പ വഴി ക്രിയ ചെയ്യുക. ഈ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരിക അല്ലേ, കർത്താവെ നീ അറിയുന്നുണ്ടല്ലോ ഞാനിതാ മറിയുന്നു എന്നും പറഞ്ഞ് കട്ടിലേ വീഴുക. എളുപ്പമാണ്. ഇന്ന് ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് ഇന്ന് കുറച്ച് പ്രാർത്ഥിക്കാം, നാളെ അത് തന്നെ വരുള്ളൂ. ഇന്ന് ക്ഷീണമാണ്, നാളെ ക്ഷീണമായിരിക്കും. ഇല്ലേ? നീ ആ ക്ഷീണം മറന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നാളെ ഇതിലും വലിയ ക്ഷീണം വന്നാലും നീ പ്രാർത്ഥിക്കും. ഒന്ന് ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറ. എനിക്കറിയാം നന്നായിട്ട് ദൂതനകത്ത് ഇറങ്ങുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഈ കല്യാണത്തിന് പറഞ്ഞ പോലെ മൗനം സമ്മതമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ പ്രാർത്ഥന നാട്ടുകാർ കേൾക്കണം. ചെരുവിനെ പറഞ്ഞ അങ്ങനെ പ്രാർത്ഥിച്ചില്ല എന്നാ ഭാഷ. ബൈബിള് പറയുന്നത് എന്നാ, രഹസ്യത്തിൽ അറയിൽ കടന്ന് വാതിലടച്ച് നിന്റെ രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. ഈ രഹസ്യത്തിൽ പ്രാർത്ഥിച്ച നീ പെന്തിക്കോസ്തനാ, നാട്ടുകാരും അറിയാല. സ്വോത്രം പറ. നീ ഉറക്കെ പ്രാർത്ഥിച്ച നാട്ടുകാരറിയും അവർ ദൈവമക്കളാണ്. ഞാനൊരു വീട്ടിൽ കയറി ചെല്ലാൻ വേണ്ടി ചെന്നപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു വീട്ടിലിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചതാ. ആമേൻ. അപ്പൻ, അമ്മ, 4 മക്കൾ, ഇവരെല്ലാം കൂടെ കൂടി ആമേൻ 7 പേരുണ്ട്. എല്ലാം കൂടെ കൂടി ഒരു ഭയങ്കര ആരാധന. 6 പേര് കൂടി ഭയങ്കര ആരാധന എന്ന് പറഞ്ഞാൽ ഇടിവെട്ട ആരാധനയാണ്. ആരാധനയുടെ ശക്തിപ്പെടുമ്പോഴാണ് ഞാൻ അവിടുന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഇവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ കയറി ചെന്നപ്പോൾ തൊട്ടടുത്ത കുടുംബത്തിലെ അമ്പലത്തിലെ പൂജാരിയായ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എങ്ങോട്ട് പോവുക? ഞാൻ പറഞ്ഞു ജോസച്ചാൻ്റെ വീട്ടിലോട്ട് പോവുക. എന്നോട് പറയുക അങ്ങോട്ട് പോകണ്ട വാസേ. ഞാൻ ചോദിച്ചു അതെന്നാ? ഇപ്പം അവരുടെ പ്രാർത്ഥനാ സമയമാണ്. 1 മണിക്കൂർ കഴിയാതെ അവർ ഡോർ തുറക്കുകയല്ല. നാട്ടിലൊരുവൻ ചത്തപ്പോലും ഒരു ഡോർ തുറക്കുകയല്ല. പ്രാർത്ഥനയാ. നമ്മളാണേലോ പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, അനുഗ്രഹകൃപയ്ക്കായി സ്തോത്രം. എനിക്കറിയാം അവതരണം വരികയല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതേ പിന്നെ വിളിക്കും, ഞാൻ പിന്നെ വിളിക്കാം. കർത്താവേ നീ അറിയുന്നല്ലോ, ഈ ഇടപാട് നിർത്തണം. സ്തോത്രം വരുന്നില്ല, വരത്തില്ലെന്ന് എനിക്കറിയാം. ഒരാമേൻ പറ. എടാ, നിന്നെ വിളിക്കുന്നവനേക്കാൾ വലിയവനെ അല്ലേ നീ ആരാധിക്കുന്നേ? അത് കഴിഞ്ഞിട്ട് വിളിച്ചാ മതി.
സ്വോത്രം വരുന്നില്ല. ഒന്ന് ശക്തിയോടെ ആമേൻ പറ. എത്രത്തോളം ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്യഭാഷ പറയും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവമേ ഈ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന പലരെയും കാണുമ്പോൾ സങ്കടം. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥന അല്ലേ? ശരിയാണോ? ഞാൻ ചോദിക്കട്ടെ, വാസ്തവമായും ദൈവാത്മാ നിയന്ത്രിക്കുന്നുണ്ടോ? അന്യഭാഷ വാതിരാതെ പറയുന്നുണ്ട്, പക്ഷേ ആത്മാവ് നിയന്ത്രിക്കുന്നുണ്ടെന്ന് എൻ്റെ ചോദ്യം. മിണ്ടുന്നില്ല. ഞങ്ങളുടെ പാസ്റ്റർ ഇന്ന് വന്നത് കാറില്ല, സ്വന്തം കാറാണ് കേട്ടോ. ഞങ്ങളുടെ പാസ്റ്റർ വന്നത് കാറ് പറഞ്ഞേച്ചാണോ ഇവിടെ നിർത്തിയത്? PMG ചർച്ചിൻ്റെ വാതിലായി കാറ് പറഞ്ഞു നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടാണോ പാസ്റ്റർ നിർത്തിയേ? ഉറക്കപ്പറ, ശക്തിയോടെ പറ. കാറിനെ നിയന്ത്രിച്ചത് ആരാ? ആരാ? ഉറക്കപ്പറ. ഓടിച്ച ആളാ. അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്റെ നിയന്ത്രണം വിടണം. ഒരാമേൻ ഉറക്കെ പറയണം. രണ്ട് കൈയടിച്ച് ആരാധിച്ച് ആമേൻ പറയുന്ന അല്ല അന്യഭാഷ അഭിഷേകവും. സ്തോത്രം പറ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട്, നിന്റെ കൈയടി ദൈവാത്മാവ് ഏറ്റെടുക്കണം, നിന്റെ നാവ് ദൈവാത്മാവ് ഏറ്റെടുക്കണം, നിന്റെ ശരീരം ദൈവാത്മാവ് ഏറ്റെടുക്കണം. ആരൊക്കെ പിടിച്ചാലും നിന്നെ നിർത്താൻ പറ്റുകയില്ല, ആരൊക്കെ തടുത്താലും നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ ഉയരത്തിലെ അഭിഷേകം അത്രയ്ക്ക് വലുതാ. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു, പ്രാപിച്ചെടുക്കേണ്ട ദൈവകൃപയിൽ ആത്മബലത്തോടെ ആരാധിക്കണം. ചിലർ പറയണ്ട ആരാധിച്ചങ്ങ് കുഴഞ്ഞു വാസയെന്ന്. അത് കുഴയുന്ന ആത്മാവല്ല കുഴയുന്നത്. ഞാനിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യും കാലും എല്ലാം വല്ലാത്ത വേദനിച്ചത് ആത്മാവല്ല. സ്തോത്രം പറ. ആത്മാവ് ഇറങ്ങി വന്നാൽ നിന്റെ വേദന വിട്ടുപോകും. ശബ്ദം ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ നെഞ്ചിനൊരു കൊളുത്തിപ്പിടുത്തം. ആ കൊളുത്തിപ്പിടിച്ചത് ആത്മാവല്ല, അത് ദുരാത്മാവാ. നീ അതിനെ ആരാധിച്ച് കീഴടക്കണം. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. നീ ആത്മാവിൽ ആരാധിക്കാത്തോണ്ടാണ് ഈ പോരാട്ടം നിന്നെ അടിക്കുന്നത്. ഇന്ന് പകൽ നിന്നെ തന്നെ മറന്നിട്ട് അഭിഷേകത്തിനൊന്ന് വിട്ടുകൊടുത്ത് ദൈവാത്മാവിലൊന്ന് ആരാധിച്ച് നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം. ശബ്ദം ഉയർത്തി. രോഗം മറന്ന്, ക്ഷീണം മറന്ന്, ശരീരം മറന്ന് പരിശുദ്ധാത്മാവിലൊന്ന് ആരാധിക്കാൻ. ഇനി ചെറുട് ചോദ്യം, എന്തിനാ എങ്ങനെ ഒച്ച വെച്ച് ആരാധിക്കുന്നതെന്നാ? കാരണം അവർക്കൊരു ഗുണമുണ്ട്. 5000ന്റെ ബോക്സ് വെച്ചാലും അതിന്റെ കീഴിൽ നിന്ന് ഉറങ്ങുന്നവരുണ്ട്. സ്തോത്രം വരുന്നില്ല. 5000 പവറുള്ള ബോക്സ് വെച്ചാലും അതിന്റെ കീഴിലിരുന്ന് ഉറങ്ങും. അത് ഉറങ്ങുന്ന നല്ലതാ. വന്ന കൊല്ലത്തൊരു കേസ് വിജയിച്ചത് അങ്ങനെ. ഒരു സഭയുടെ 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരുത്തൻ കേസ് കൊണ്ടു കൊടുത്തു. ഈ പെന്തിക്കോസുകാരന് ഉറങ്ങാൻ പറ്റിയാലെന്ന്. അവൻ കിടക്കുന്ന 1/2 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ കൊല്ലത്ത് CA അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ തിരക്കി നോക്കിയപ്പം, ജനൽ വഴി നോക്കിയപ്പോൾ ഉണ്ട് സെക്രട്ടറി അതിൻ്റെ താഴെ ഇരുന്ന് ഉറങ്ങുക, ബോക്സിൻ്റെ കീഴിൽ. സ്തോത്രം. പോലീസുകാരൻ പരാതി തന്നവൻ്റെ കോളറെ പിടിച്ച് പൊക്കി വെച്ച് പറഞ്ഞു, നീ നോക്കടാ അതിൻ്റെ കീഴിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടോ. എടാ, അത്രയും ഒച്ചപ്പാടുള്ള ആ പുള്ളിക്ക് ഉറങ്ങാമെങ്കിൽ പിന്നെ നിനക്കുറങ്ങുന്നതിന് കുഴപ്പം. കേസില്ലാതായി. അപ്പോൾ ഉറക്കം നല്ലതാ. പെടലി ഒടിയരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബൈബിൾ ഒരുത്തൻ അങ്ങനെ പെടലി ഒടിഞ്ഞവനുണ്ട്, ഇല്ലേ? ഉണ്ട്. ആരാധന വീക്ഷിക്കുന്ന ദൂതന്മാർ ദൈവസഭയ്ക്കകത്തുണ്ട്. നീ ഇരുന്ന് ഉറങ്ങിയാൽ നിന്റെ മനസ്സിലിരിപ്പ്, നീ ഇരിക്കുന്നത് എങ്ങനെ, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ദൈവദൂതന്മാർ ഈ PMG ചർച്ചിനകത്ത് ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, നീ അറിയുന്ന ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ചാതെ മിണ്ടാതിരുന്ന ദൈവം നിന്നെ തിരിച്ചറിയും. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം പറ. നിന്നെ വിടുവിച്ചവനെ മറക്കാതെ ആരാധിക്കാൻ. യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ.
കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും. സ്തോത്രം. ഇശായിയുടെ അടുക്കൽ അയക്കും. അങ്ങനെ ഇശായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ശമൂവേൽ കണ്ടൊരു കാര്യം ഇനി കേട്ടോ, എനിക്ക് ആ ചിന്തിപ്പിച്ചൊരു ദൂത് അതിനകത്തുണ്ട്. വാസ്തവത്തിൽ ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ ഇസ്രായേലിനല്ല തിടുക്കം, ശമൂവേലിനല്ല തിടുക്കം, പകരം ദൈവത്തിനാ തിടുക്കം. ഒരാമയം പറഞ്ഞേ. ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും അല്ല തിടുക്കം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിനാ തിടുക്കം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? 2025 അഭിഷേകമുള്ളൊരു തലമുറയായി ദേശത്തിന് നടുവിൽ നീ പറന്ന് പന്തലിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ആത്മാവിൽ ഞാൻ പറയാം, അഭിഷേകത്തിന് തിടുക്കമുണ്ട്. പരിശുദ്ധാത്മാവിന് തിടുക്കമാ. 2 വെല്ലുവിളിയുടെ നടുവിലാണ് അഭിഷേകം. ശൗലറിഞ്ഞാൽ ശമൂവേലിൻ്റെ തല പോക്ക. അതുകൊണ്ട് യാഗം കഴിക്കാൻ എന്ന വ്യാജേനെ താൻ പുറപ്പെട്ടിട്ട് ഇശായിയുടെ വീട്ടിൽ വന്നു. സകല പുത്രന്മാരെ നിരത്തി നിർത്തിയിട്ട് അഭിഷേകം ചലിക്കാതെ വന്നപ്പോൾ ഭക്തനായ മനുഷ്യൻ പറയുക, വരേണ്ടവൻ വന്നല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. സ്തോത്രം പറ. ദൗത്യം തീരാതെ ഒരു പരിപാടിക്കും ശമൂവേലില്ലെന്നേ. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ദേ വരേണ്ടവൻ വന്നു. തൈലക്കൊമ്പ് തിളയ്ക്കാൻ തുടങ്ങി. ഒന്നിലധികം പേരോട് ദൂത് പറയാം. മാറ്റി നിർത്തിയവനെ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സമൂഹം മാറ്റി നിർത്തിയവന്, മാതാപിതാക്കൾ മാറ്റി നിർത്തിയവന്, രക്തബന്ധങ്ങൾ മാറ്റി നിർത്തിയവന്, കുടുംബക്കാർ മാറ്റി നിർത്തിയവന് ദൈവം വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്യുക. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിച്ചു. ഇതിനകത്ത് എന്നെ നോക്കി ദൂത് പറയുക, നിന്നെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. നിന്നെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. അടകാതരാതലേ, നിസാര കാര്യം പറഞ്ഞ് ഒഴിപ്പിച്ചു നിർത്തിയവർ സ്തോത്രം ചെയ്യുന്നു. ആടിൻ്റെ മണവും കാടിൻ്റെ ഗുണമുള്ളവൻ, കാട്ടിനകത്തിരുന്ന് കമ്പികൾ ചേർത്ത് കെട്ടി കിന്നരം വായിച്ച് ചാടി വീടുന്ന മൃഗത്തെ പാടി ഓടിക്കുന്ന ഒരുത്തനെ തമ്പുരാൻ അവൻ്റെ ഒറ്റപ്പെടലിനകത്തും ദൈവത്തെ മറക്കാതെ ആരാധിക്കുന്നത് മനസ്സിലാക്കി. ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നീ ആരാണെന്ന് വെളിപ്പെടുന്ന ദിവസം വരാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് ആമേൻ പറയാവോ? ആരും അറിയാതെ വിലപിക്കുന്ന നീ ആരാണെന്ന് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന നീ ആരാണെന്ന് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ആരും അറിയാതെ വിലപിക്കുന്ന നീ ആരാണെന്ന് തെളിയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്ത് നീ ആരാണെന്ന് വെളിപ്പെട്ട് വരാൻ പോകുക. എല്ലാവരും തള്ളപ്പെട്ടെങ്കിൽ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടെങ്കിൽ നിന്നെ വിളിച്ചു വരുത്തി സഹോദരങ്ങൾ കാണുക, രക്തബന്ധങ്ങൾ കാണുക, നിന്നെ അഭിഷേകം ചെയ്യാൻ. എത്ര പേരാ ദൂതേറ്റ് പിടിക്കും? എത്ര പേർക്ക് ആ ദൈവശബ്ദം ഏറ്റെടുക്കാൻ കഴിയും? ഒന്നിലധികം പേരോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, മാറ്റി നിർത്തിയവരുടെ മുൻപിൽ ദൈവം നിന്നെ വിളിച്ചു വരുത്താൻ പോവുകയാണ്. എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. രക്തബന്ധങ്ങളുടെ നടുവിലോ സഹോസിഷ്ടങ്ങളുടെ നടുവിലോ മാറ്റി നിർത്തിയവർ കാണുക, ദൈവം നിന്നെ വിളിച്ചു വരുത്തിയിട്ട്. സ്തോത്രം. നീ ആരാണെന്ന് വെളിപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദാവീദിനെ വിളിച്ചു വരുത്തി സഹോദരങ്ങൾ കാണുക, അഭിഷേകം ചെയ്തു. തണ്ടും തടിമിടുക്കും ആരോഗ്യമുള്ള സഹോദര വൃന്ദങ്ങൾ, ആയുധം പിടിച്ച് പടക്കളത്തിൽ നന്നായി പരിചയിച്ച പടയാളികളായ സഹോദരങ്ങളെ മാറ്റി നിർത്തിയിട്ട് ആമൻ യുദ്ധത്തിനായി എൻ്റെ കൈകള്, പോരിനായി എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു എന്ന് ആത്മാവിൽ പറഞ്ഞ ഒരുവന് തമ്പുരാൻ വിളിച്ച് അഭിഷേകം ചെയ്യുന്നത്. ഇന്ന് പകൽ ആവർത്തിച്ചൊരു കാര്യം പറയാം. ആമേൻ. ആമേൻ. സഹോദരങ്ങൾ പഠിച്ച ആയുധങ്ങള് ദാവീദിന് അറിയത്തില്ല. പിടികിട്ടിയോ?
കളരിപ്പയറ്റോ കുൻഫുവോ കരേട്ടയോ ജൂഡോയോ ഒരു സാധനവും ദാവീദിനറിയത്തില്ല. പടക്കടത്തിൽ പടപരുതി പരിചയിച്ച സഹോദരങ്ങളുടെ നടുവിൽ ദാവീദിന് ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ: യുദ്ധത്തിനായ എൻ്റെ കൈകളെയും പോരിനായ എൻ്റെ വിരലുകളെയും എൻ്റെ ദൈവം അഭ്യസിപ്പിക്കുന്നു. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറ. ഈ പകൽ ഒന്നിലധികം പേരോട് പറയട്ടെ, കൊമ്പിൽ അഭിഷേകം പകർന്ന ദൈവം നിന്റെ തല ഉയർത്താൻ പോവുകയാണ്. കൊമ്പിൽ അഭിഷേകം പകർന്ന ദൈവം നിന്റെ തല ഉയർത്താൻ പോവുകയാണ്. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീസസ്. അഭിഷേകം പകർന്ന ദൈവമാണെങ്കിൽ നിന്റെ തല ഉയരും. അഭിഷേകം പകർന്ന ദൈവമാണെങ്കിൽ നിന്റെ തല ഉയരും. ശത്രുക്കൾ കാണുക നിന്റെ തല ഉയരും. അഭിഷേകമുള്ളവൻ കാട്ടിൽ പാട്ടുപാടിയവനെ തമ്പുരാൻ നാട്ടിൽ കൊണ്ടുവന്നു. എവിടെ? രാജകൊട്ടാരത്തിനകത്ത്. കോർത്തിണക്കിയ കമ്പികൾ കൊണ്ട് ഇമ്പനാദം പുറപ്പെട്ടപ്പോൾ ശൗലിന്റെ മേൽ വ്യാപരിച്ച ദുരാത്മാവ് വെളി വന്നു. സ്തോത്രം പറ. ഒരു ദൂതാത്മാവിൽ പറയാം, ആരും കാണാതെ നീ പാട്ടുപാടി തുടങ്ങിയാൽ സകല ജനവും കാണേ കൊട്ടാരത്തിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ട് പാടിപ്പിക്കും. എന്തിനാ? ചിലതിന്റെ ദുരാത്മാവിനെ അഴിക്കാൻ, ചിലതിന്റെ ദുരാത്മാവിനെ അഴിക്കാൻ, ചില രാജാക്കന്മാരുടെ കെട്ടുപൊട്ടിക്കാൻ. വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കട്ടെ. രാജാക്കന്മാരുടെ ചങ്ങല അടിക്കാൻ അഭിഷേകമുള്ള നിന്റെ വിരല് മതി. സ്വത്രം പറ. വായിച്ചു വിട്ട കിന്നരത്തിന്റെ പവർ കൊണ്ട് ശൗലിൽ വെളിപ്പെട്ട ദുരാത്മാവ് പുറത്തു വന്നെങ്കിൽ ആവർത്തിച്ചു പറയാം, മറ്റൊന്നുമല്ല സംഭവിച്ചത്, തലയിൽ വീണ അഭിഷേകത്തിന്റെ പവറാ. സ്വത്രം പറ. നിന്റെ കൈമിടുക്കൊണ്ടല്ല രോഗം മാറുന്നത്, നിന്റെ കൈമിടുക്കൊണ്ടല്ല ഭൂതം പോകുന്നത്, നിന്റെ കൈമിടുക്കൊണ്ടല്ല ദുരാത്മാ വിട്ടുമാറുന്നത്, നിന്റെ കൈമിടുക്കൊണ്ടല്ല രോഗി സൗഖ്യമാകുന്നത്, നിന്റെ കൈമിടുക്കൊണ്ടല്ല അത്ഭുതം നടക്കുന്നത്. നിന്റെ തലമേൽ വീണ് അഭിഷേകത്തിന്റെ ശക്തിയാ. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? ദാവീദിനോട് ചോദിച്ചാൽ പറയും, യഹോവയാൽ എൻ്റെ കൊമ്പുയർന്നത് ശത്രുക്കൾ മുമ്പാകെ എൻ്റെ തല ഉയരാൻ കാരണം കൊമ്പിൽ വെളിപ്പെട്ട തൈലത്തിൻ്റെ ശക്തിയാണ്. ഒരാമേൻ ഉറക്കെ പറഞ്ഞേ. തൈലം കൊണ്ട് അഭിഷേകം ചെയ്തവൻ പിന്നെത്തിയത് ഏലാ താഴ്വരയില്ല. 40 ദിവസങ്ങൾ കൊണ്ട് അഹോരാത്രം വെല്ലുവിളിക്കുന്നവൻ്റെ മുഖം നോക്കി സഹോദര സഹോശ്രേഷ്ഠങ്ങൾ മുഴുവൻ പേടിച്ച് കല്ലിൻ്റെ ഓരത്തൊളിച്ചിരിക്കുമ്പോൾ അഭിഷേകമുള്ളവൻ കൈ കിട്ടിയ കല്ലുകൊണ്ട് ആത്മാവിൽ അവനെ എറിഞ്ഞു വീഴ്ത്തി. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? യുദ്ധത്തിന് കൈകളെ അഭ്യസിപ്പിച്ച ദൈവം. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നിലധികം പേരോട് ദൂത് പറയട്ടെ, നിന്റെ കൈക്കകത്തൊരു വിടുതൽ നടക്കട്ടെ, നിന്റെ കയ്യിലൂടെ വിടുതൽ നടക്കട്ടെ, നിന്റെ കയ്യിലൂടെ വിടുതൽ നടക്കട്ടെ, നിന്റെ കയ്യിലൂടെ വിടുതൽ നടക്കട്ടെ, നിന്റെ കയ്യിലൂടെ വിടുതൽ നടക്കട്ടെ. ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിച്ചു. ഈ പകൽ ആത്മാവ് ചിലതിനോട് പറയുക, നിന്റെ കൈക്കകത്തൂടെ വിടുതൽ നടക്കട്ടെ, നിന്റെ കൈക്കകത്തൂടെ വിടുതൽ നടക്കട്ടെ. യുദ്ധത്തിനായി നിന്റെ കൈകളെയും പോരിനായി നിന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവം ചിലതിനെ തകർത്ത് കളയാൻ, ചിലതിനെ ഉടച്ചു കളയാൻ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുകയാ. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. വിശ്വസിക്കാൻ തയ്യാറായിക്കൂ. നിന്റെ കുടുംബത്തെ മുച്ചോട് മുടിച്ചു കളയാൻ പിശാച് എഴുതി ഉണ്ടാക്കിയ അപകടത്തിന്റെ വാതിലുകളെ പൊട്ടിച്ച് ആത്മാവ് നിന്റെ കുടുംബത്തെ പുറത്തെടുത്തെങ്കിൽ ദൈവാത്മ വിളിച്ചു പറയുകയാ, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ അനേകർക്കൊരു തണലായി, അനേകർക്കൊരു വിടുതലായി ദൈവാത്മ ഉറപ്പിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞേ. സമയോടി പോകുന്നുണ്ട്, വാക്കിന് വിരാമം കുറിക്കുക. ബാക്കി ഭാഗം പിന്നീട് എടുത്തോളാം. ശ്രദ്ധിക്കുക, ദൈവം നിന്റെ കൊമ്പുയർത്തും. ദാവീദിനോട് ചോദിച്ച ദാവീദേ, രാജകൊട്ടാരത്തിൽ രാജാവായി രാജമന്ദിരത്തിൽ ഇടിക്കാൻ തൻ്റെ ഇടമുണ്ടായത് എങ്ങനെയാ? അവൻ ഉത്തരം പറയുന്നത് ഇങ്ങനായിരിക്കും, എങ്കിലും എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. ഒരുമിച്ച് കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുക.
ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് റംഷമന രഗത്തുൽക്കടാധികാര. ഇത്രയും നേരം നമ്മൾ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവസല്ലൊന്ന് എഴുന്നേറ്റ് നിന്നേ. കണ്ണുകളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നടച്ചാട്ടെ. ആത്മനിയോഗത്തോടെ നിങ്ങളെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ അരുളപ്പാട് കൈമാറുന്നു. ചിന്തകൾ മാറട്ടെ.